بسم الله الرحمن الرحيم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وجه دنيانا لذاك. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ അധ്യക്ഷരെ, ബഹുമാന്യരായ സാദാത്തുക്കളെ, മഹാത്മാക്കളായ പണ്ഡിതവര്യന്മാരെ, പ്രിയപ്പെട്ട കാരണവന്മാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് മനോഹരമായ, ആകർഷകമായ, പ്രശാന്തമായ ഒരു പള്ളി ഉദ്ഘാടനം ചെയ്ത് അതിന്റെ ധന്യമായ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ വിശുദ്ധമായ മജ്‌ലിസിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ പ്രദേശത്തുള്ള നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തുഷ്ടമായ ഒരു ദിവസമായിരിക്കും ഇത്. കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിലെ ആധ്യാത്മിക നിമിഷമാണ് അല്ലാഹുവുമായി അഭിമുഖീകരിക്കുന്ന മുനാജാത്തിന്റെ സന്ദർഭമായ നമസ്കാരം. അത് ആത്മസംതൃപ്തിയോടെ, അങ്ങേയറ്റത്തെ സന്തോഷത്തോടെ നിർവഹിക്കാൻ പറ്റുന്ന സംതൃപ്തമായൊരവസരം ലഭിച്ചാൽ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനപ്പുറം അവർക്കൊന്നും നേടാനില്ല. സ്വന്തമായ ഭവനമില്ലെങ്കിൽ പോലും, ആഹാരം കഴിച്ചിട്ടില്ലെങ്കിൽ പോലും അവർക്ക് പ്രധാനം, വിശ്വാസികൾക്ക് പ്രധാനം ഇബാദത്തുകളാണ്, അല്ലാഹുവിന്റെ മുന്നിൽ തലകുനിക്കലാണ്. ജീവനേക്കാൾ നാം സ്നേഹിക്കുന്നത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഭവനങ്ങളെയാണ്. അതുകൊണ്ട് നമുക്ക് അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്ന അല്ലാഹുവിന്റെ ഒരു വിശുദ്ധ ഭവനം സമ്മാനിക്കപ്പെട്ടിരിക്കെ മുഅ്മിനീങ്ങൾക്ക് സന്തോഷിക്കാതിരിക്കാനാവില്ല, ആഹ്ലാദിക്കാതിരിക്കാനാവില്ല. ആ ആഹ്ലാദത്തിന്റെ ശുഭമുഹൂർത്തത്തിലാണ് നിങ്ങളൊക്കെ ഉള്ളത്. ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളോട് പറയുന്നത്, ഈ അനുഗ്രഹങ്ങളൊക്കെ ചെയ്തു തന്ന കാരുണ്യവാനായ റബ്ബിനോട് നമുക്കുള്ള കടപ്പാടുകളെ കുറിച്ചാണ്. ആ കടപ്പാടുകളിൽ നിന്നും, ധാർമ്മികമായ ഉത്തരവാദിത്വങ്ങളിൽ നിന്നും അറിഞ്ഞോ അറിയാതെയോ നാം വ്യതിചലിച്ചു പോകുന്നതിനെ കുറിച്ചാണ്. ദീനിന്റെ സന്ദേശം തന്നെ സുവിശേഷങ്ങളും മുന്നറിയിപ്പുകളുമാണല്ലോ. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു അയച്ചിട്ടുള്ളത് തന്നെ ബശീറൻ വ നദീറ. ബശീറൻ വ നദീറ, നിങ്ങൾക്ക് ആഹ്ലാദിക്കാനുള്ള എമ്പാടും സന്തോഷ വാർത്തകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനങ്ങളിലുണ്ട്.
നാം ചെയ്യുന്ന പുണ്യകർമ്മങ്ങളെ കുറിച്ചുള്ള പ്രശംസകളുണ്ട്, അതിന് ലഭ്യമാകുന്ന അല്ലാഹുവിലുള്ള ഉദാത്തമായ പ്രതിഫലങ്ങളുണ്ട്. ഇതൊക്കെ അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോഴും അതിന്റെ കൂടെ എപ്പോഴും അല്ലാഹുവിന്റെ റസൂൽ ഒരു നദീറായിരിക്കും, ഭയാനകമായ ഒരു ഭാവിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകാരനായിരിക്കും. കാരണം ജീവിതത്തിന്റെ രണ്ട് വശങ്ങളുണ്ട്. ഏതൊരു മനുഷ്യനിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മാർഗദർശനം നൽകാനും അവന് കാവലേകാനും ഒരു മലക്കിനെ നിയോഗിക്കും. അതോടൊപ്പം തന്നെ അവനിൽ സ്വാധീനം ചെലുത്താവുന്ന ഒരു പിശാചിന്റെ സാന്നിധ്യവും അവനുണ്ടാവും. ലമ്മത്തും മിനൽ മലക് വലമ്മത്തും മിനൽ ശൈത്താൻ. മലക്കിന്റെ ഭാഗത്തു നിന്നുള്ള സന്ദേശങ്ങൾക്ക് ആര് ചെവി കൊടുക്കുന്നുവോ, അവരുടെ ഹൃദയം കൂടുതൽ അതിലേക്ക് തിരിയുന്നുവോ, അവർ സുവിശേഷം സ്വീകരിക്കുന്ന സന്മാർഗികളായിരിക്കും. നേരെ മറിച്ച് പൈശാചികമായ സമ്മർദ്ദങ്ങൾക്ക് കൂടുതൽ വഴങ്ങിപ്പോയാൽ നാം അല്ലാഹു ചെയ്തു തന്ന എല്ലാ കാരുണ്യങ്ങൾക്കും നന്ദികെട്ടവരായി പോകും. ജീവിതത്തിന്റെ ഈ രണ്ട് വശങ്ങളെക്കുറിച്ചും എപ്പോഴും നമുക്ക് ധാരണ ഉണ്ടായിരിക്കണം. നാം ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോഴും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം ചെയ്യുന്ന ഏതൊരു പുണ്യകർമ്മത്തിനെയും നിമിഷങ്ങൾ കൊണ്ട് തകർത്ത് കളയാൻ പിശാചിന്റെ ഒരു സമ്മർദ്ദത്തിന് സാധ്യമാകും എന്നതാണ്. ഒരു നിമിഷം മതിയാവും. എത്രയോ അധ്വാനിച്ച് കെട്ടിപ്പൊക്കിയ ഒരു കെട്ടിടം തകർന്നു പോകാൻ എത്ര സമയമെടുക്കും? ഒരു പ്രകമ്പനം ഉണ്ടായാൽ, ഒരു റിക്ടർ സ്കെയിലിൽ 6-7 പോയിന്റ് രേഖപ്പെടുത്തുന്ന ഒരു ഭൂകമ്പം ഉണ്ടായാൽ 25 നിലയുള്ള ഒരു കെട്ടിടം അര മിനിറ്റ് കൊണ്ട് നിലംപൊത്തും. 20-22 സെക്കൻഡുകൾ കൊണ്ട് നിലംപൊത്തും, തകർന്ന് തരിപ്പണമായി പോകും. ആ കെട്ടിടം 1 മിനിറ്റ് കൊണ്ടോ 2 മിനിറ്റ് കൊണ്ടോ ഉണ്ടാക്കിയതല്ല, എത്രയോ വർഷങ്ങളുടെ അധ്വാനങ്ങൾ കൊണ്ട്, പണച്ചെലവ് കൊണ്ട്, എത്രയോ തൊഴിൽ ജനങ്ങളുടെ ദിവസങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചുണ്ടാക്കിയ ആ ഗംഭീരമായ സൗധം തകരാൻ അധിക സമയമൊന്നും ആവശ്യമുണ്ടാവില്ല, കെട്ടിപ്പൊക്കാനാണ് സമയാവുന്നത്. ഇതുപോലെ നാം എത്രയോ ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട്. ആ ഇബാദത്തുകളെ സൂക്ഷിച്ചു വെക്കാൻ, അല്ലാഹുവിന്റെ സന്നിധിയിൽ നാം ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സമയത്ത് നഷ്ടപ്പെട്ടു പോകാത്ത സൽക്കർമ്മങ്ങളായി സൂക്ഷിച്ചു വെക്കാൻ, നമുക്ക് പൈശാചികമായ എല്ലാ സമ്മർദ്ദങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ കഴിഞ്ഞിരിക്കണം. അതുകൊണ്ട് നാം ഇബാദത്തുകളെ പഠിക്കാനും ഇബാദത്തുകൾ ചെയ്യാനും എത്രമാത്രം താല്പര്യവും ഔത്സുക്യവും കാണിക്കുന്നുവോ, എത്രമാത്രം അതിനു വേണ്ടി സമയം ചെലവഴിക്കുന്നുവോ, അതേപോലെ പൈശാചികമായ എന്തൊക്കെ സാമൂഹ്യ തിന്മകൾ നമ്മിൽ സംഭവിച്ചേക്കാം എന്നതിനെ കുറിച്ചും നാം ബോധവാന്മാരായിരിക്കണം. അത് രണ്ടുമുണ്ടാകുമ്പോൾ നമുക്കത് ഒന്നിച്ചു പോകാൻ കഴിയും. അപ്പൊ തിന്മകളിൽ നിന്ന് കാവൽ നേടാനും കഴിയും, നന്മകളെ വർദ്ധിപ്പിക്കാനും കഴിയും. ഇല്ലാതിരുന്നാൽ നന്മ ചെയ്യും, പക്ഷേ ആ നന്മകൾ നഷ്ടപ്പെട്ടു പോകാനും ഇടയുണ്ട്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇബാദത്ത് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നിട്ടുണ്ട് ഈ ദുനിയാവിൽ. നിങ്ങൾ ആലോചിച്ചു നോക്കുക, അല്ലാഹു തആല നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹം. ഇന്ന് പ്രത്യേകിച്ച് സമ്പൽ സമൃദ്ധി അല്ലാഹു തആല നമുക്ക് തന്നിട്ടുണ്ട്. കാലഘട്ടത്തിന് അനുസൃതമായ ജീവിതത്തിന്റെ വിഭവങ്ങൾ അല്ലാഹു തആല നമുക്ക് തന്നിട്ടുണ്ട്. ആരോഗ്യം അല്ലാഹു തആല നമുക്ക് തന്നിട്ടുണ്ട്. വിദ്യാഭ്യാസം തന്നിട്ടുണ്ട്. നമുക്ക് അല്ലാഹു തആല സന്തുഷ്ടമായ മക്കളെയും കുടുംബങ്ങളെയും അല്ലാഹു തആല തന്നിട്ടുണ്ട്. എന്താണ് നമുക്ക് ഇതിനപ്പുറം ആവശ്യമുള്ളത്? ഒരു മനുഷ്യന് ഇഹലോകത്ത് ലഭ്യമാകുന്നതെല്ലാം അല്ലാഹു തആല നമുക്ക് തന്നിട്ടില്ലേ? ഈ അനുഗ്രഹങ്ങൾ മുഴുവനും അല്ലാഹു തആല നമുക്ക് ചെയ്തു തന്ന സൗകര്യങ്ങളും തന്നു. ആ അനുഗ്രഹങ്ങൾ ഏറെക്കുറെ നമുക്ക് ഉപയോഗപ്പെടുത്തുന്നു. ഇപ്പൊ പ്രത്യേകിച്ച് ധാരാളം ഉത്ബോധനങ്ങളും സതുപദേശങ്ങളും ഉണ്ടായതുകൊണ്ട് എത്രയോ വർഷങ്ങളായി മഹാജ്ഞാനികളായ പണ്ഡിതർ നിരന്തരം ജനങ്ങളോട് മാർഗദർശികളായി ഉപദേശിച്ചതുകൊണ്ട് ഇബാദത്തിന്റെ കാര്യങ്ങളിലൊക്കെ ആളുകൾ വളരെ താല്പര്യമുള്ളവരാണ്. നിസ്കരിക്കാത്ത ആളുകളൊന്നും മുസ്ലിം സമൂഹത്തിൽ കാണൽ വളരെ കുറവാണ്.
പഴയ കാലത്തൊക്കെ, നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ധാരാളം ആളുകൾ മഹല്ലിൽ നിസ്കരിക്കാത്ത ആളുകൾ ഉണ്ടാവും. ഇന്ന് അങ്ങനത്തെ ആളുകൾ ചെറുപ്പക്കാരിൽ വരെ, ചെറിയ കുട്ടികളിൽ വരെ നിസ്കരിക്കാത്തവരെ കാണുക വളരെ അപൂർവമാണ്. ഏത് പള്ളിയിൽ ചെന്ന് നോക്കിയാൽ, ഏത് സ്ഥാപനങ്ങളുടെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ, കോളേജുകളടക്കം മുന്നിലുള്ള പള്ളികളിൽ ചെന്ന് നോക്കിയാലും ജമാഅത്തിന്റെ ടൈമിൽ വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും കുട്ടികളും നിറയണ്ട. നഗരങ്ങളിലെ പള്ളികളിലൊക്കെ, അവിടെ തൊഴിലെടുക്കുന്ന കടകളിലൊക്കെ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാർ മുഴുവനും ബാങ്ക് കേട്ടാൽ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നുണ്ട്. അപ്പൊ ഇബാദത്തിന്റെ കാര്യത്തിൽ ഒരു താല്പര്യം, നിരന്തരമായ ഉത്ബോധനങ്ങൾ കൊണ്ടാണ് ഏത് കാര്യം അങ്ങനെയുള്ളൂ. ആളുകൾ എത്രമാത്രം നാം ഉത്ബോധിപ്പിക്കുന്നുവോ അത്രയും അത് ജനങ്ങളിൽ സ്വാഭാവികമായ പരിവർത്തനം സൃഷ്ടിക്കും. അപ്പൊ ധാരാളം നിസ്കരിക്കുന്ന ആളുകളിൽ റമളാനും അങ്ങനെയൊക്കെ തന്നെയാണ്. ആളുകൾ നന്നായിട്ട് റമളാനിനെ ആസ്വദിക്കുന്നവരാണ്. പഴയ മാതിരിയൊന്നല്ല. നഗരപ്രദേശങ്ങളിലൊക്കെ പണ്ട് നോമ്പ് നോൽക്കുന്നവരാണ് അധികവും. ഗ്രാമങ്ങളിലൊക്കെ നോമ്പ് നോൽക്കാത്തവരുണ്ടായിരുന്നു പണ്ട്. ഞങ്ങളുടെ നാടകം ഗ്രാമപ്രദേശമാണ് പണ്ടൊക്കെ. ഇപ്പോഴാണ് കേരളം മൊത്തത്തിൽ നഗരമായി പോയത്. അന്ന് നോമ്പ് നോൽക്കാത്ത ആളുകളെ കാണും. പക്ഷെ ഇന്നതില്ല. നോമ്പനുഷ്ഠിക്കാത്ത ആളുകളെ കാണൽ തന്നെ അപൂർവമാണ്. റമളാൻ വരുന്നത് തന്നെ വലിയൊരു ആഹ്ലാദത്തോടെ, എന്തോ ഒരു ജീവിതത്തിലെ ചേഞ്ചായി, ഒരു മാറ്റമായി നാം സ്വീകരിക്കുന്ന ഒരു സാമൂഹികാവസ്ഥയാണ് ഇന്നുള്ളത്. നഗരങ്ങളിൽ പണ്ട് കോഴിക്കോട് നഗരമൊക്കെ ആദ്യ റമളാൻ വരുമ്പോൾ വലിയ ഒരു ആഘോഷം പോലെ സ്വീകരിക്കുന്ന പ്രദേശമാണ്. തറാവീഹ് നമസ്കാരങ്ങൾ, അതുപോലെ ഇഅ്തികാഫ്, ധാരാളം ആളുകൾ ഇഅ്തികാഫിക്കുന്ന പള്ളികളൊക്കെ ടൗണിലും തിരുച്ചിറയിലും മുസ്ലിംലൊക്കെ പണ്ടേണ്. അപ്പൊ അതിലൊക്കെ വലിയ താല്പര്യമുള്ളവരെയാണ്. ഇബാദത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഉത്സുകരാണ്. പക്ഷേ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു പാർട്ടാണ്, ഒരു ഭാഗം മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു തആല ചെയ്തു തന്ന ഈ അനുഗ്രഹങ്ങൾ ഇബാദത്തുകൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ തന്നെയും ആ അനുഗ്രഹങ്ങളെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എത്രമാത്രം നാം അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിക്കുന്നവരായി ഉപയോഗപ്പെടുത്തുന്നു എന്നുകൂടി നമ്മൾ ആലോചിക്കണം. അത് ജീവിതത്തിന്റെ മറുവശമല്ല. ഇബാദത്തുകൾ ഇസ്ലാമിന്റെ ആകത്തുകയല്ല, അത് അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. ഒരാൾ ദീനുള്ളവനാകാൻ, ഒരാൾ മതഭക്തനാകാൻ നമസ്കാരമോ നോമ്പോ മാത്രം കൊണ്ട് മതിയാവില്ല എന്ന് നമ്മൾ ഓർക്കും. നിസ്കാരവും നോമ്പും സകാത്തും ഹജ്ജും ഇബാദാത്തുകളാണ്. ഇബാദാത്തുകൾ ഇസ്ലാമിക ജീവിതത്തിന്റെ ഒരു പാർട്ട് മാത്രമാണ്. ഇബാദത്തുകൾ കൊണ്ട് അല്ലാഹു തആല ഉദ്ദേശിച്ചത് അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാക്കാനാണ്. അല്ലാതെ നിങ്ങൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിനോടുള്ള കടപ്പാടുകളൊക്കെ വീടി ഇനി നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നാലും തരക്കേടില്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത്. പക്ഷേ പൊതുവെ ഇന്ന് സമൂഹത്തിന്റെ അവസ്ഥ കാണുമ്പോൾ എല്ലാ സമൂഹങ്ങളിലും ആരാധനാ കാര്യങ്ങളിൽ അതീവ താല്പര്യം കാണിക്കുകയും ദൈനംദിന ജീവിതം വളരെ കഴിഞ്ഞു പോവുകയും ചെയ്യുന്ന അവസ്ഥ നമുക്ക് സ്പഷ്ടമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത് മുസ്ലിം സമുദായത്തിൽ മാത്രമല്ല, എല്ലാ സമൂഹത്തിലും അങ്ങനെ തന്നെയാണ്. മറ്റു മതങ്ങളിലൊക്കെ ആരാധനാ കാര്യങ്ങളൊക്കെ വർദ്ധിച്ചിട്ടില്ല. അവരുടെ ആരാധനാ കേന്ദ്രങ്ങൾ വളരെ പ്രൗഢമായിട്ടുണ്ടാകുന്നില്ല. അതിലാളുകൾ ഉത്സുകരല്ലേ, അതിന് പണം ചെലവഴിക്കുന്നില്ല. അത്തരം കാര്യങ്ങൾക്കൊക്കെ എന്ത് കാശ് കൊടുക്കാനോ ആളുകൾ തയ്യാറാണ്, എത്ര പണം ചെലവഴിക്കും. പക്ഷേ അതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രം. ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് ഈ ഇബാദത്തിന്റെ പരിമിതമായ ടൈമുകളല്ലല്ലോ. നിസ്കരിക്കാൻ എത്ര ടൈം നമുക്ക് ആവശ്യമുള്ളത് ഒരു ദിവസം? ഒരു നേരം നിങ്ങൾ ബാങ്ക് കേട്ട് പള്ളിയിൽ ജമാഅത്തിന് വന്ന് സുന്നത്ത് നിസ്കരിച്ചിരുന്ന് ജമാഅത്ത് കഴിഞ്ഞ് ദിക്റുകളും ദുആകളും കഴിഞ്ഞ് സുന്നത്ത് നിസ്കരിച്ച് പുറത്തിറങ്ങാൻ ഒരാൾ തയ്യാറാവുന്നു കഴിഞ്ഞ പൂർണ്ണമായ രീതിയിൽ, എന്നാൽ തന്നെയും അരമണിക്കൂറല്ലേ അതിന് വേണ്ടത്. അങ്ങനെ 5 നേരം നിസ്കരിക്കണമെങ്കിൽ ആകെ 2.5 മണിക്കൂർ പോലെ. പക്ഷെ ഒരു മനുഷ്യന്റെ ജീവിതം ഒരു ദിവസം 2.5 മണിക്കൂറാണുള്ളത്. 24 മണിക്കൂറിൽ ഈ 2.5 മണിക്കൂർ വെച്ച് ബാക്കിയുള്ള സമയങ്ങളില്ലേ, ഈ സമയം നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ചെയ്യുന്ന ആ ജീവിതം അതൊരു പക്ഷെ നമ്മുടെ വീട്ടിലാകാം, അങ്ങാടിയിലാകാം, കച്ചവട സ്ഥാപനങ്ങളിലാകാം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാകാം, കല്യാണപ്പുരകളിലാകാം, മരണവീട്ടിലാകാം, എവിടെയുമാകാം. ആ ജീവിതത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കേണ്ടത്. ഈ 2.5 മണിക്കൂർ നേരത്തെ നിസ്കാരം
ആ ടൈം നിങ്ങൾ എങ്ങനെ വിനിയോഗിക്കണം എന്ന് നമ്മെ ബോധവൽക്കരിക്കാൻ വേണ്ടിയുള്ള ടൈമാണ്. അതായത് ഇതിൽ നിന്ന് കിട്ടുന്ന ആധ്യാത്മികമായ ഊർജമാണ് അതിന്റെ ഇടവേളകളെ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടത് എന്നർത്ഥം. നമസ്കാരത്തെക്കുറിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഇന്നമാ ഫുരിളത്തിസ് സ്വലാത്തു വഉശ്തിറത്തിൽ ഹജ്ജു വൽ മനാസികു ലിഇഖാമത്തി ദിക്രില്ലാഹ്. ഇന്നമാ ഫുരിളത്തിസ് സ്വലാഹ്. കൃത്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശദീകരണം. നിശ്ചയം ഇന്നമാ ഫുരിളത്തിസ് സ്വലാഹ്, നമസ്കാരം ഫർളാക്കപ്പെട്ടിട്ടുള്ളത്. വഉശ്തിറത്തിൽ ഹജ്ജു വൽ മനാസിക്, ഹജ്ജും അതിന്റെ കർമ്മങ്ങളും, മനാസിക്കുകൾ ഹജ്ജിന്റെ അനുഷ്ഠാനങ്ങളുണ്ട്, ആ അനുഷ്ഠാനങ്ങളും നിങ്ങൾക്ക് പഠിപ്പിക്കപ്പെട്ടതും എന്തിനു വേണ്ടിയാണ്? ലിഇഖാമത്തി ദിക്രില്ലാഹ്, അല്ലാഹ് എന്നുള്ള ചിന്ത, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ. ഇഖാമത്ത് പറഞ്ഞാൽ നിലനിർത്തുക, അത് നിലനിർത്താൻ വേണ്ടിയാണ്. അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നിങ്ങളിൽ നിലനിർത്താനാണ്. കാരണം ഞാനീ പറഞ്ഞ ബാക്കിയുള്ള ടൈമിൽ അത്രയും ഈ 2.5 മണിക്കൂർ ഒഴിച്ച് ബാക്കിയുള്ള സമയങ്ങളിൽ അവന്റെ ജീവിതം അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്ന, അല്ലാഹുവിനെ ഭയപ്പെടുന്ന, അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന ജീവിതം ആകാൻ അല്ലാഹു തആല നൽകിയ ഒരു അവസരമാണ് നിസ്കാരം. അപ്പൊ നിസ്കാരം കൊണ്ട് ബാക്കി ടൈം ക്ലിയർ ആയിരിക്കണം. അല്ലാതെ നിസ്കാരമാണ് ആകപ്പാടെ വേണ്ടത്, അത് ചെയ്തു കഴിഞ്ഞു, അത് പള്ളിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, ഇതുവരെ ചെയ്ത ദോഷങ്ങളൊക്കെ പുറത്തു കഴിഞ്ഞു, ഇനിയിപ്പോ എന്തായിരുന്നാലും പ്രശ്നമില്ല, നിസ്കാരം ഇനി വരാനുണ്ടല്ലോ എന്ന് ചിന്തിക്കാനല്ലാതെ ഇതുകൊണ്ട് ബാക്കിയുള്ള ടൈം കൃത്യമായിരിക്കണം, ക്ലിയർ ആയിരിക്കണം. ആ സമയത്ത് അല്ലാഹുവിനെ ഓർമ്മിക്കാൻ കഴിയണം. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ, ഒരു ഊർജം നൽകുന്ന, ഒരു റീചാർജ് ചെയ്യാനൊക്കെ പറയില്ലേ അല്ലേ? നിസ്കാരം റീചാർജ് ചെയ്യാനുള്ളത്, നമ്മളെ കൽബുകൾക്ക് റീചാർജ് നൽകാനുള്ളതാണ്. അത് കുറച്ചാകുമ്പോൾ ഇങ്ങനെ അതിന്റെ ബാറ്ററി വീക്കാവും. ഒരു 3-4 മണിക്കൂറൊക്കെ അങ്ങാടിയിൽ ചെലവഴിച്ചാലേ അപ്പൊ എടുത്ത് വണ്ടിയിൽ കയറി വന്ന് അത് രണ്ടാമത് ചാർജ് ചെയ്യണം. അല്ലാതെ ഇരുന്നാൽ ഈ തെരുവുകൾ നിങ്ങളെ ചതിക്കും, അങ്ങാടികൾ നിങ്ങളെ വഞ്ചിക്കും, നിങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങൾ നിങ്ങളെ വഞ്ചിക്കും, പണത്തിനോടുള്ള ത്വര നിങ്ങളെ വഞ്ചിക്കുക തന്നെ ചെയ്യും. അതിന്റെ മുന്നിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഭൗതിക ലോകത്തിന്റെ സകലമാന സുഖാഡംബരങ്ങളുടെയും മധ്യയാണ് നിങ്ങൾ ജീവിക്കുന്നത്. പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഇഹലോകത്തിന്റെ എല്ലാ തിന്മകളുടെയും മധ്യയാണ് നിങ്ങളുടെ വീടുകളും നിങ്ങളുടെ അങ്ങാടികളും നിങ്ങളുടെ സാമൂഹ്യ ബന്ധങ്ങളും മുഴുവൻ. ഒരു കാലത്ത് അങ്ങാടികളിൽ മാത്രം, നഗരങ്ങളിൽ മാത്രം ഉണ്ടായിരുന്ന വിനോദ കേന്ദ്രങ്ങൾ, അന്ന് ആ വിനോദ കേന്ദ്രങ്ങളിൽ ഒരു തിയേറ്ററിൽ ഒരു ചെറുപ്പക്കാരൻ പോയാൽ ആളുകൾ അറിയുമത്. അവൻ തിയേറ്ററിൽ പോകാറുണ്ട്, അതൊരു അപമാനമായിട്ട് കാണും അല്ലേ? പിന്നെ വീട്ടിൽ വന്നാൽ വാപ്പ ചോദ്യം ചെയ്യും, അല്ലെ ഉമ്മ ചോദ്യം ചെയ്യും, ചിലപ്പോൾ അടി കിട്ടിയെന്ന് വരും. പക്ഷെ ആ തിയേറ്ററുകൾ ഒന്നായിട്ട് വീട്ടിലേക്ക് വന്ന് നാം ഹോം തിയേറ്ററുകൾ സ്ഥാപിച്ചൊരു കാലഘട്ടമാണ്. നമ്മുടെ വീടുകൾ തന്നെ തിയേറ്ററുകളാണ്. അപ്പൊ അത്രമാത്രം ഭൗതിക ലോകത്തിന്റെ സാമൂഹിക തിന്മകൾ വ്യാപകമായ നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിലേക്ക് പോലും കടന്നു വരുന്ന ഒരു സാമൂഹിക ജീവിതത്തിൽ സ്വാഭാവികമാണ് നാം അരമണിക്കൂർ കൊണ്ട് നേടിയെടുത്ത ഈമാൻ അതിന്റെ ചൈതന്യം നഷ്ടപ്പെട്ട് അത് വീക്കായി പോകാൻ വളരെ എളുപ്പമാണ്. അവർ റീചാർജ് ചെയ്യേണ്ടി വരും. അങ്ങാടികളിൽ കച്ചവടത്തിന് പോയിരിക്കുന്ന ഒരു കടക്കാരൻ 2 മണിക്കൂർ കടയിലിരുന്നാൽ തീർച്ചയായിട്ടും അവന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. കാരണം എല്ലാം മറന്നിട്ട് അവൻ ലാഭത്തെക്കുറിച്ച് ചിന്തിക്കാൻ അവിടെ നിർബന്ധിതനാണ്. അവ ശരീരത്തുകളെ കുറിച്ച് ചിന്തിക്കാൻ പറ്റൂല. അവന്റെ മുന്നിലുള്ളത് കറണ്ടിന്റെ ബില്ലടക്കണം, കടന്റെ വാടക കൊടുക്കണം, ശമ്പളം കൊടുക്കണം. ഇതൊക്കെ ചെയ്തതാണെങ്കിൽ ലാഭം കിട്ടണ്ടേ? ചിലപ്പോൾ സത്യസന്ധമായി കച്ചവടം ചെയ്താൽ അത് കിട്ടിയില്ല എന്ന് വന്നാൽ അവന്റെ അപ്പുറത്തുള്ള ഇതേ കച്ചവടക്കാർ ചെയ്യുന്ന അതേ കൃത്രിമങ്ങൾ കാണിക്കാൻ ഇവൻ നിർബന്ധിതനാവും. അവന്റെ ഈമാൻ വീക്കായി പോകില്ലേ? അപ്പൊ ഇത് വീക്കാകാതിരിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കരിക്കാൻ പറഞ്ഞത്. ആ നിസ്കാരം കൊണ്ട് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണം. എന്ത് പ്രതിസന്ധികൾ വന്നാലും, എന്ത് പ്രയാസങ്ങൾ വന്നാലും,
ശരി നമ്മുടെ കാഴ്ചപ്പാടിൽ നിന്ന്, സത്യസന്ധതയിൽ നിന്ന്, വിശ്വാസത്തിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ ഇതിനു വേണ്ടിയാണ് അല്ലാഹു തആല നിസ്കാരം കൽപ്പിച്ചത് എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. മഹാത്മാക്കളായ സഹാബിവര്യന്മാർ എത്രമാത്രം അവരുടെ ഹൃദയം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉത്ബോധനങ്ങൾ അവർ ഏറ്റുവാങ്ങിയെന്ന് അവരുടെ ചരിത്രപൂർണമായ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കഷ്ടപ്പെട്ട ജീവിതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഞാനൊരു സംഭവം നിങ്ങൾക്ക് പറഞ്ഞു തരാം. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഉദ്ധരിക്കുകയാണ്, ഞാനൊരിക്കൽ അല്ലാഹുവിന്റെ ഹബീബായ റസൂലിന്റെ വീട്ടിൽ നിന്ന് പ്രഭാത സമയത്ത് പുറത്തിറങ്ങുകയാണ്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലിന്റെ വീട്, റസൂലുള്ളാഹിന്റെ വീട് എന്ന് പറഞ്ഞാൽ അലി ഇബ്നു അബീ ത്വാലിബിനെ സംബന്ധിച്ചിടത്തോളം അതേതാണ്? ആ വീട് ഏതാണ്? ഭാര്യ വീടല്ലേ? റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട മകൾ സയ്യിദത്തുനാ ബീവി ഫാത്തിമത്തുൽ ബത്തൂൽ റളിയല്ലാഹു തആല അൻഹയെ കല്യാണം കഴിച്ച റസൂലുള്ളാഹിന്റെ ഹൃദയപുഷ്പമായ ഫാത്തിമയുടെ ഭർത്താവിന്റെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന കഥയാണ് ഈ പറയുന്നത്. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, നല്ല കൊടും തണുപ്പുള്ള രാത്രിയാണ്. മദീനയിലെ ഡിസംബർ, മദീനയിൽ പോയ ആളുകൾക്കൊക്കെ അറിയും. ഇപ്പൊ തന്നെ മദീനയിൽ ഏതാണ്ട് തണുപ്പായി തുടങ്ങി, നവംബറാണ്. ഡിസംബർ ജനുവരി വന്നാൽ മദീനയിലെ അസഖ്യമായ തണുപ്പ് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ തണുപ്പിൽ വിറച്ചു പോകുന്ന തണുപ്പിൽ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നു, ഞാൻ പുറത്തിറങ്ങാൻ പോവുകയാണ്. വിശന്നിട്ട് യാതൊരു നിർവാഹമില്ല. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് വയറ് ഒട്ടിപ്പോയിട്ടുണ്ട്. നിങ്ങൾ ചോദിക്കും, രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലേ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നു, അവിടെ എന്തെങ്കിലും വല്ലതും ആഹാരം കഴിക്കാനുണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് എനിക്കത് തരുമായിരുന്നു. ഒന്നും പറഞ്ഞു കേൾക്കാത്തതുകൊണ്ട് എനിക്ക് മനസ്സിലായി അവിടെ ഒന്നുമില്ല. ഭാര്യ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിപ്പോരാണ്. നിങ്ങൾ ഭാര്യ വീട്ടിൽ പോയിട്ട് രാവിലെ ഒന്നും കിട്ടാതെ ഇറങ്ങി പോന്നാൽ എങ്ങനെ ഉണ്ടാവും? എന്തൊക്കെ ഒരു പുതിയാപ്പുറത്ത് രാവിലെ കൊടുക്കേണ്ടി വരിക. ഒരു ചായയും 4 കോഴിമുട്ട പിഴിഞ്ഞതും കൊടുത്തുകൊണ്ടൊന്നും പ്രശ്നം ചെയ്യില്ല അല്ലേ? ഒരു പുതിയാപ്പള വീട്ടിൽ വന്നാൽ രാവിലെ ഇറങ്ങിപ്പോകുമ്പോഴേ അതിലെന്തെങ്കിലും കുറവ് വന്നാൽ, ഏതെങ്കിലും ഒരു അപ്പത്തിന് കമ്മി വന്നാൽ മതിയാവും നിങ്ങൾ പുതിയങ്ങാടിക്കാർ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നു, എന്തെങ്കിലും ആ വീട്ടിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അവൻ എനിക്ക് തരുമായിരുന്നു. യാതൊരു വർത്താനമില്ല. ആയിഷ ബീവിയാണ് അവിടെ ഉള്ളത്, ഒരു വിവരവുമില്ല. എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് പറയണ്ടേ? പറയാത്തതിൽ നിന്ന് മൂപ്പർ സ്വയം മനസ്സിലാക്കുകയാണ്, അല്ലാഹുവിന്റെ ഹബീബായ റസൂലിന്റെ വീട്ടിൽ വായിൽ വെച്ച് താഴെ ഇറക്കാൻ പറ്റിയ ഒരു സാധനം ഇല്ലാന്ന് എനിക്ക് ബോധ്യമായി. അതുകൊണ്ട് ഞാൻ ഏതായിരുന്നാലും ഇറങ്ങിപ്പോവാണ് യാത്ര പറഞ്ഞിട്ട്. പക്ഷെ പുറത്തിറങ്ങാൻ കഴിയണ്ടേ? തണുപ്പുകൊണ്ട് അസഹ്യമായ തണുപ്പിൽ പുറത്തിറങ്ങാൻ കഴിയാതെ ഞാൻ വീട്ടിന്റെ അകത്ത് പരതി നോക്കി. അപ്പൊ എനിക്ക് കിട്ടിയത് ഒരു ആടിന്റെ തോലാണ്. എവിടെ മൂലയിൽ കിടക്കുന്നുണ്ട്. ഞാനതെടുത്ത് കത്തി കൊണ്ട് അതിന്റെ മധ്യഭാഗത്ത് കീറിയിട്ട് അത് കഴുത്തിലൂടെ ഇങ്ങനത്തെ ഒരു ഭാഗം മുന്നിൽ ഒരു ഭാഗം പുറകിലും, കുറച്ച് അത്രയും ആശ്വാസമാവും. ഒരു ചെറിയ ഒരു ഹാഫ് സ്വെറ്ററൊക്കെ ഗുണം കിട്ടുമല്ലോ. എന്നിട്ട് അത് ഒരു കയറെടുത്തിട്ട് ഞാനിങ്ങനെ കെട്ടി അങ്ങനെ പുറത്തിറങ്ങി. വേറൊന്നുമില്ല, ധരിക്കാനൊന്നുമില്ല. സാധാരണ ധരിക്കുന്ന മുണ്ടുണ്ട്, അതിന്റെ പുറമെ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ഇതാണ്. അങ്ങനെ പള്ളിയിൽ ചെന്നു. മസ്ജിദുൻ നബവിയിൽ മഹാനായ ഹബീബുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്നുണ്ട്. അന്നത്തെ മദീനയിലെ പള്ളി ഇന്നത്തെ മസ്ജിദുൻ നബവിയല്ല. ഇന്ന് ഡിസംബറിലോ ജനുവരിയിലോ മസ്ജിദുൻ നബവിയിൽ കടന്നു ചെന്നാൽ ഗേറ്റിന്റെ അകത്തേക്ക് പോയാൽ പിന്നെ നിങ്ങൾക്ക് തണുപ്പുണ്ടാവില്ല. ഏത് അസഹ്യമായ ചൂടിൽ ഓഗസ്റ്റിലെ 50 അല്ലെങ്കിൽ 48 ഡിഗ്രിയുള്ള ചൂടിൽ മദീനയിലെ പള്ളിയുടെ അകത്തേക്ക് ഇന്ന് കടന്നാൽ അത് കൂളറുള്ള, അത് അങ്ങ് ശീതീകരിച്ച പള്ളിയാണെന്ന് മദീനയിലെ പള്ളി. അന്നത്തെ മദീന പള്ളിക്ക് വാതിലുണ്ടായിരുന്നില്ല. അന്നത്തെ മദീന പള്ളി കയ്യുയർത്തിയാൽ തട്ടുന്ന ഉയരത്തിൽ മറ്റുള്ള പള്ളിയാണ്. മുകളിൽ ഈത്തപ്പനയോല വെറുതെ മുകളിൽ വിതറിയിട്ടതാണ്. സൂര്യൻ ഉദിച്ചാൽ സൂര്യപ്രകാശം താഴേക്ക് വീഴും, മഴ പെയ്താൽ മഴത്തുള്ളികളും താഴേക്ക് വീഴുന്ന പള്ളിയാണ് റസൂലുള്ളാഹിന്റെ മസ്ജിദുൻ നബവി. ആ മസ്ജിദുൻ നബവിയിലാണ് ഡിസംബറിന്റെ കൊടുംതണുപ്പിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്നു.
അവിടുത്തെ സദസ്സിൽ തലയിൽ പക്ഷികൾ ഇരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകാവുന്ന വിധത്തിൽ നിശബ്ദരായി അവിടുത്തെ അനുചരന്മാരായ സ്വഹാബികൾ ഇരിക്കുകയാണ്. ഞാൻ ചെന്ന് ആ സദസ്സിന്റെ പുറകിൽ അതപോടെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറത്തേക്ക് ചൂണ്ടിച്ചു ചോദിച്ചു, സഹാബികളെ, ആ വരുന്ന ചെറുപ്പക്കാരന് നിങ്ങൾക്ക് പരിചയമുണ്ടോ? അപ്പൊ എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോ എല്ലാവർക്കും പരിചയമുള്ള ആൾ തന്നെയാണ്. പക്ഷേ സഹാബികൾ വളരെ അതപോടെ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം. അതവരുടെ രീതിയാണ്. റസൂൽ എന്ത് ചോദിച്ചാൽ എത്ര അറിവുണ്ടെങ്കിലും ഞങ്ങൾക്ക് അറിയുന്നവർ പറയില്ല. അവർ പറയും അല്ലാഹു വറസൂലുഹു അഅലം. കാരണം അവർക്കറിയാം റസൂൽ ചോദിക്കുന്നതിന്റെ അർത്ഥം മറ്റെന്തോ ആണ്. അല്ലാതെ ഇയാൾ ഞങ്ങൾക്ക് അച്ഛൻ റസൂലുള്ളാഹിക്ക് തന്നെ അറിയാലോ, പിന്നെ ചോദിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അവർ റസൂലുള്ളാഹിക്ക് എന്തോ ഉദ്ദേശങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് അവർ പറഞ്ഞു അല്ലാഹു വറസൂലുഹു. അല്ലാഹുവിന്റെ റസൂൽ ചൂണ്ടിക്കാണിച്ച ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂൽ മദീനയിൽ ഹിജറ വരുന്നതിന്റെ മുമ്പ് മക്കയിൽ നിന്ന് മദീനക്കാർക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കാൻ റസൂലുള്ള പ്രതിനിധിയായി അയച്ച ചെറുപ്പക്കാരനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു ആണ്. ഉഹദിന്റെ പോർക്കളത്തിൽ പടയങ്കിയില്ലാതെ യുദ്ധം ചെയ്ത് ഷഹീദായ മഹാനാണ് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു. ആ മുസ്അബാണ് വരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബികളെ, ആ ചെറുപ്പക്കാരൻ വരുന്നത് നിങ്ങൾ കണ്ടോ? അപ്പൊ നോക്കുമ്പോ മദീന പള്ളിയിലെ അന്തേവാസിയാണ് മുസ്അബ്. പള്ളി താമസക്കാരനാണ്, മക്കത്തുനിന്ന് വന്നതല്ലേ. ആ പള്ളിയിലെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ 70 ആളുകൾ ഉണ്ടായിരുന്നു അന്തേവാസികളായി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ 70 ആളുകളിൽ ഒരാൾക്ക് പോലും 2 വസ്ത്രം ഉണ്ടായിരുന്നില്ല. അതായത് ചിലർക്ക് തുണി ഉണ്ടാവും, പക്ഷെ അവർക്ക് പുറപ്പുണ്ടാവില്ല. ചിലർക്ക് പുറപ്പുണ്ടാവും, പക്ഷെ അവർക്ക് തുണി ഉണ്ടാവില്ല. അപ്പൊ പുറപ്പ് മാത്രമുള്ള ആളുകളെങ്കിലും അതുകൊണ്ട് ഒന്നായിട്ട് മൂടി പുതച്ചിട്ട് ഇവിടെ ഇങ്ങനെ ചുരുട്ടിപ്പിടിക്കും, അവർക്ക് കാണാതിരിക്കാൻ. തുണിയുള്ള ആളുകൾ തുണി കൊടുക്കും, പക്ഷെ അവർ തണുപ്പ് തന്നെ ചൂട് തന്നെ ഒന്നും ചെയ്യാനില്ല. അല്ലാതെ 2 വസ്ത്രം ഉണ്ടായിരുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ദാരിദ്ര്യത്തിന്റെ ഒരു കാലഘട്ടമായിരുന്നു അത്. നിങ്ങളൊന്ന് ആലോചിച്ചു. നമ്മൾക്ക് തന്നെ ഓർമ്മയുണ്ട്, ഞങ്ങളൊക്കെ കിതാബ് ഓതുന്ന കാലത്ത് ഒരു ഓയിലിന്റെ കഷ്ണം തലയിൽ കെട്ടാൻ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ 60 സെന്റിമീറ്ററാണ് അന്ന് തലയിൽ കെട്ടുന്ന ഓയിലിന്റെ ഈ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നത്. ചില്ലറ പൈസയേ ഉള്ളൂ, പക്ഷെ എന്നാൽ തന്നെ അത് കിട്ടാനുണ്ടാവില്ല. ഇന്ന് തലപ്പാവിനൊക്കെ നമുക്ക് വല്ല ക്ഷാമമുണ്ട്. ഏത് ഐറ്റം വേണമെങ്കിലും എത്ര വലിപ്പമുള്ളത് എത്ര ക്വാളിറ്റി ഉള്ളതും ഇന്ന് വല്ല ക്ഷാമം ഉണ്ടാവും. അന്നത്തെ ആ കാലഘട്ടത്തിൽ തുണി എടുത്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന വെള്ളത്തുണിയാണ്. അതിങ്ങനെ ചെലവിന് പോകുമ്പോൾ കുറെ കൊടുത്തിട്ട് വിയർപ്പിൽ മുന്നിലും പൊട്ടിപ്പോകും, ചീന്തി പോകുന്നതായ. എന്നിട്ട് പിന്നെ അത് പള്ളിയിൽ വന്നാല് തുന്നണം, പൂജ എടുത്തിട്ട് സ്വയം തുന്നലാണ്. അപ്പൊ ഒരു കിതാബോധ കാലത്ത് തുണിയൊക്കെ നോക്കിയാൽ ഒരു 5-6 സ്ഥലത്ത് ഇങ്ങനെ കീറിയിട്ട് തുന്നി പോയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായില്ല. ആ മദീനയിലെ കാലഘട്ടം മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഓർമ്മിക്കുകയാണ്. 2 വസ്ത്രം ഉണ്ടായിരുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല ഞങ്ങൾ ഒരു തുണി മാത്രം എടുത്തിട്ട് ആ കൊടും തണുപ്പിൽ വിറയ്ക്കുന്ന തണുപ്പിൽ കാലിൽ ചെരുപ്പില്ലാതെ പള്ളിയിലേക്ക് ആ മരുഭൂമിയിലൂടെ നഗ്നപാതനായിട്ട് നടന്നു വരുന്നത് കണ്ടിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചത്, ആ ചെറുപ്പക്കാരൻ നിങ്ങൾക്കറിയുമോ എന്ന്. ജന്മനാൽ ദരിദ്രനായ ആളല്ല വരുന്നത്. ആ ചെറുപ്പക്കാരൻ മക്കയിലെ തെരുവുകളിലൂടെ രാജകുമാരനെ പോലെ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. കാരണം അത് ഉമൈറിന്റെ മോനാണ്. ഉമൈർ മക്കയിലെ കോടീശ്വരന്മാരിൽ ഒരാളാണ്. ഉത്ബത്തിനെ പോലെ, ഉമയ്യത്തിനെ പോലെ, ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്തിനെ പോലെ സമ്പന്നനായ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ ജാഹിലിയ്യ കാലത്ത് ധനികനായ ഒരാളാണ് ഈ ഉമൈർ. ആ കോടീശ്വരനായ ഉമൈറിന്റെ മകനായിരുന്നു മുസ്അബ്. ഇസ്ലാം അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിൽ വന്ന് സ്വീകരിച്ച ഒരേ ഒരു കാരണത്താൽ പ്രൗഢമായ തന്റെ വീട്ടിൽ നിന്ന്, കൊട്ടാരത്തിൽ നിന്ന് ഇറക്കി വിട്ടതാണ് ഉമൈർ മകനായ മുസ്അബിനെ. മുസ്അബ് ഇറങ്ങിപ്പോരുന്ന സമയത്ത് പിതാവ് പറഞ്ഞതാണ്, മുസ്അബ്, നീ ധരിച്ചിരിക്കുന്ന പട്ടുടയാടകൾ എന്റേതാണ്, നീ ധരിച്ചിരിക്കുന്ന മനോഹരമായ ചെരുപ്പ് എന്റേതാണ്. ശരിയാണ്, വാപ്പാന്റെ പണം കൊണ്ട് വാങ്ങിയതാണ്. അതാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂൽ പറഞ്ഞത്, ഒരു കാലത്ത് മക്കയുടെ തെരുവുകളിൽ രാജകുമാരനായി നടന്ന ചെറുപ്പക്കാരനാണത്. മുസ്അബ് ധരിച്ചിരുന്ന പട്ടുടയാടകൾ ധരിക്കാൻ എന്ന മക്കയിൽ മറ്റൊരാൾക്ക് കഴിയുമായിരുന്നില്ല.
മുസ്അബ് ധരിച്ചിരിക്കുന്ന പണച്ചെലവുള്ള ചെരുപ്പ് ധരിക്കാൻ അന്ന് മദീന മക്കയിൽ മറ്റൊരാൾക്ക് കഴിയുമായിരുന്നില്ല. അത്രയും ധനികനായിരുന്ന ചെറുപ്പക്കാരൻ ആ ഉടയാടകളഴിച്ച് പിതാവിന് വലിച്ചെറിഞ്ഞു കൊടുത്തുകൊണ്ട് നഗ്നപാതനായി ഒരു കരിമ്പടമെടുത്ത് ധരിച്ച് ഇറങ്ങിപ്പോന്നതാണ് മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ. ആ മുസ്അബാണ് വരുന്നത്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലിന്റെ കണ്ണുകളിൽ വെള്ളം നിറയുന്ന ഞാൻ കണ്ടു എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി കരഞ്ഞുപോയി. ആ അവസ്ഥയിൽ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം ഇതെല്ലാം കൈയൊഴിച്ച മുസ്അബിന്റെ അവസ്ഥ കണ്ടിട്ട് കരഞ്ഞുപോയി അല്ലാഹുവിന്റെ റസൂൽ. എന്നിട്ട് ചോദിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂൽ, സഹാബികളെ, നിങ്ങളുടെ ഈ അവസ്ഥ, ഇപ്പോഴുള്ള ഈ ഹാലുണ്ടല്ലോ, രാവിലെ ഭാര്യ വീട്ടിൽ ഇറങ്ങി പോരുമ്പോൾ ചായ കിട്ടാനില്ല, ഒരു കോഴിമുട്ട പിഴുങ്ങിയത് കിട്ടാനില്ല, ധരിക്കാനാണെങ്കിൽ ഒരു സാധനമില്ല, തണുപ്പിനെ പ്രതിരോധിക്കാനൊന്നുമില്ല. ഈ അവസ്ഥ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചവരോട്, ഇതാണോ നിങ്ങൾക്ക് ഖൈർ? ഇത് നിങ്ങൾക്ക് ഖൈറാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്ക് ഇതാണോ നിങ്ങൾക്ക് ഖൈർ? അതല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അല്ലാഹുവിനോട് ചോദിക്കാം. ചോദിച്ചാൽ നിങ്ങൾക്ക് രാവിലെ വയറ് നിറച്ച് ഭക്ഷണം കിട്ടും, ഇറച്ചിയും റൊട്ടിയും നിങ്ങൾക്ക് കിട്ടും. വൈകുന്നേരവും നിങ്ങൾക്ക് വയറ് നിറച്ച് ഇറച്ചിയും റൊട്ടിയും കിട്ടും. നിങ്ങൾക്ക് രാവിലെ നല്ല പ്രൗഢമായ വസ്ത്രം ധരിച്ച് പുറത്തു പോയാൽ ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ വീട്ടിൽ വന്ന് മാർക്കറ്റിലേക്ക് പോകുമ്പോൾ പുതിയ വസ്ത്രങ്ങൾ ധരിക്കാൻ മാത്രം നിങ്ങളുടെ കയ്യിൽ 4 or 5 ജോഡി വസ്ത്രങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ വീടുകൾ ഇപ്പോൾ കുഴച്ച മണ്ണുകൊണ്ട് ഉരുളയാക്കി ചുമരുകെട്ടി അതിന്റെ മുകളിൽ ഈത്തപ്പനയോലയുടെ തണ്ടുകൾ പാകി അതിന്റെ മുകളിൽ മണ്ണിട്ട മച്ചുകളുള്ള വെറും 7 അടി ഉയരത്തിലുള്ള വീടുകളാണ്. അതിന് പകരം നിങ്ങൾക്ക് കഅബയെ വിരിച്ചതുപോലെ കഅബയുടെ ചുറ്റുഭാഗത്തും മനോഹരമായ കിസ്വകൾ കൊണ്ട് അലങ്കരിച്ചതുപോലെ നിങ്ങളുടെ വീടുകളുടെ ഉള്ളും പുറവും വിരിയിട്ട് അലങ്കരിക്കാനും അതിന്റെ നിലത്ത് കാർപ്പറ്റ് വിരിക്കാനും നിങ്ങൾക്ക് കഴിയും. വേണമെങ്കിൽ അത് ഞാൻ വാങ്ങിത്തരാം. പക്ഷേ അതാണോ നിങ്ങൾക്ക് ഖൈർ? അതല്ല, ഇപ്പോഴത്തെ അവസ്ഥയാണോ നിങ്ങൾക്ക് ഖൈർ? ഏതാണ് നിങ്ങളുടെ അഭിപ്രായം? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്നു, സഹാബികൾ പറഞ്ഞുപോയി, അല്ലാഹുവിന്റെ റസൂലേ, ഹാദാ ഖൈറുൻ യാ റസൂലല്ലാഹ്. റസൂലേ, ഞങ്ങൾക്ക് ഇതാണ് ഖൈർ. ഇപ്പോഴുള്ള ഈ അവസ്ഥയാണ് ഞങ്ങൾക്ക് ഖൈർ. തങ്ങളെ പറഞ്ഞ രാവിലെയും വൈകുന്നേരവും വയറുമുറിച്ച് സുഭിക്ഷമായി ലഭ്യമാകുന്ന ഇറച്ചിയും റൊട്ടിയും ഞങ്ങൾക്ക് വേണ്ട. രാവിലെയും വൈകുന്നേരവും മാറ്റിയെടുക്കാൻ മാത്രം 1-ലധികം വസ്ത്രങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമില്ല റസൂലേ. ഞങ്ങളുടെ വീടുകൾ കഅബ അലങ്കരിച്ചതുപോലെ അലങ്കരിക്കണമെന്ന് ഞങ്ങൾക്ക് കൊതിയില്ല. ഹാദാ ഖൈറുൻ യാ റസൂലല്ലാഹ്. റസൂലേ, ഞങ്ങൾക്ക് ഇതാണ് ഖൈർ എന്ന് പറഞ്ഞു. എന്താ അതിന് കാരണം പറഞ്ഞത്? അവര് ഹാദാ ഖൈറുൻ യാ റസൂലല്ലാഹ്, എന്തുകൊണ്ടെന്നാൽ നതഫറഗു ലിൽ ഇബാദ എന്നാണ് മറുപടി. നതഫറഗു ലിൽ ഇബാദ പറഞ്ഞ മനസ്സിലായോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബികൾ പറഞ്ഞ മറുപടി നതഫറഗു ലിൽ ഇബാദ. ഈ അവസ്ഥയാണ് ഖൈർ. കാരണം എന്താ? ഇതിന്റെ സുഖം ഞങ്ങൾക്ക് ഇബാദത്തിന് മാറ്റിവെക്കാൻ സമയമുണ്ട്. അതന്നെ, ഇപ്പൊ ഞങ്ങൾക്ക് ഇബാദത്തിന് ഇഷ്ടംപോലെ സമയമുണ്ട്. കാരണം വേറെ ഒന്നുമില്ലല്ലോ, ഒന്നും ആലോചിക്കാനില്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നമ്മുടെ തന്നെ ജീവിതം. ഞാൻ പറഞ്ഞ നമ്മുടെയൊക്കെ പഠന കാലഘട്ടത്തിലെ കുട്ടിക്കാലുണ്ടല്ലോ, അന്ന് ഇസ്തിരിടാൻ വേണ്ടി നമ്മൾ സമയം ചെലവാക്കിയിരുന്നു. കിതാബ് പോകുന്നതിന്റെ ഇടയിൽ ഇല്ലല്ലോ, അന്ന് ഇസ്തിരിടാൻ സമയം ചെലവാക്കിയിട്ടില്ല. വെള്ളിയാഴ്ചയാണ് അലക്കിയിരുന്നത്. വെള്ളിയാഴ്ച രാവിലെ 2-3 ജോഡി തുണിക്കുപ്പായ ഉണ്ടാകുക. അത് വെള്ളിയാഴ്ച രാവിലേക്ക് മാറ്റിട്ട് ഒരാഴ്ചയിൽ ഒരു ദിവസം അലക്കുന്നത്. അതിനൊരു 550 റൂപ്പിന്റെ കഷ്ണം കിട്ടിയാൽ പോലെ വേറെന്താ ആവശ്യം ഉണ്ടായിരുന്നത്? നിങ്ങൾ ആലോചിക്കണം, ഇന്ന് ഒരു ദിവസം ഇസ്തിരിടാൻ എത്ര ടൈം എടുക്കണ്ടേ നമ്മൾ? അതിനുവേണ്ടി മാത്രം ചെലവഴിക്കുന്ന സ്പെൻഡ് ചെയ്യുന്ന ടൈം ഇസ്തിരിടാനാണ്. ചെലവഴിക്കുണ്ടായതുകൊണ്ടാണുള്ളത്. ഇതില്ലെങ്കിൽ പിന്നെ ആ പ്രശ്നമില്ലല്ലോ. അതാണ് പറഞ്ഞത്. ആഹാരം ഉണ്ടാക്കാൻ വേണ്ടി എത്ര ടൈം ചെലവഴിക്കുന്നുണ്ട് നമ്മൾ? ശരിക്കും ആലോചിക്കും. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് റമദാൻ മാസം വന്നാൽ
ഞങ്ങളുടെ ഏരിയയിൽ, ഞങ്ങളുടെ മലപ്പുറം ജില്ലയിൽ നോമ്പുറക്കുന്ന നേരത്തുണ്ടാകല് ഒരു 2-3 പത്തിരിയും പോത്തിറച്ചിയുടെ ഒരു കറിയാണ്. വേറെ സംഭവം ഉണ്ടാകും. പിന്നെ നല്ല ചൂടുള്ള ചായ കിട്ടിയാൽ തന്നെ റാഹത്താണ്. നല്ല എരിവുണ്ടാവും ഈ പോത്തിറച്ചിന്റെ ചാറ്. ആ എരിവുള്ള ചാറ് കൂട്ടി പത്തിരി നാടേന് മുകളിൽ ചൂടുള്ള ചായ കുടിച്ചാൽ പിന്നെ ഒന്നും വേണ്ട. ഈ ഒരു സംഭവമല്ലോ അതിന് കുറഞ്ഞ ടൈമിന് വേണ്ടി അത് ഉണ്ടാക്കാൻ. എന്നാൽ തന്നെ അതുണ്ടാക്കി നമ്മളൊക്കെ പരിഗണന കിട്ടാൻ പ്രയാസമാണ്. കാരണം റമളാനിന്റെ ലാസ്റ്റായി തുടങ്ങിയാൽ 15 കഴിഞ്ഞാൽ പിന്നെ ആ പത്തിരി ഉണ്ടാക്കാൻ ഉമ്മ തയ്യാറാവില്ല. പത്തിരി ഉണ്ടാക്കിയിട്ടില്ലല്ലോ, എല്ലാ എസ്എംഎസും പത്തിരി ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അതിപ്പോ ഞാൻ കത്തോതി തീർത്തിട്ടില്ല. ഉമ്മ ഉദ്ദേശിച്ച കത്തുണ്ടാവും. അത് തീരാതെ പത്തിരിന്റെ വിഷയമൊന്നും ഉമ്മാന്റെ വലയിൽ കയറില്ല. കാരണം അവരുടെ ചിന്തയിലുള്ള അതാണ്. ആ റമളാൻ എത്ര ഖത്തം ഓതണമെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ടാവും. അത് ഓതി തീർക്കാതെ അവർ നമസ്കാരപ്പായി എഴുന്നേൽക്കൂല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, റമളാനില് ഒരു നോമ്പ് തീർക്കുന്ന വിഭവം ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെ പെണ്ണുങ്ങളൊക്കെ എത്ര ടൈം ചെലവാക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഖത്തം ഓതാൻ നേരമുണ്ടാവും. എത്ര ഖത്തം തീർക്കാൻ പറ്റും, എത്ര ദിക്ർ ചെല്ലാൻ പറ്റും, എത്ര നിസ്കരിക്കാൻ പറ്റും? ടൈം കിട്ടൂലല്ലോ. കാരണം ആഹാരം ഉണ്ടാക്കാൻ തന്നെ ഇവിടെ ആവശ്യത്തിലേറെ ടൈം വേണം. ഡ്രസ് അലക്കാനോ തേക്കാനോ എത്ര ടൈം വേണം? സഹാബത്തിന്റെ മറുപടി അവര് പറഞ്ഞത്, റസൂലേ ഞങ്ങൾക്ക് ഇത് മതി, വസ്ത്രക്കത്ര മതി, ആഹാരക്കത്ര മതി. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ ഇബാദത്തിന് വേണ്ടി ഇപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ സമയമുണ്ട് റസൂലേ, അതിനാൽ ഹാദാ ഖൈറുൻ, ഇതാണ് ഞങ്ങൾക്ക് ഖൈർ. ആ പഴയ കാലത്ത് വീടുണ്ടായിരുന്ന കാലത്ത് നമ്മൾക്ക് വീടിന് വേണ്ടി എത്ര സമയം ചെലവഴിക്കേണ്ടി വന്നിരുന്നു, എത്ര അധ്വാനിക്കേണ്ടി വന്നിരുന്നു ഒരു വീടുണ്ടാക്കാൻ. വീടൊരു പ്രശ്നമല്ലല്ലോ. ഇന്ന് ഒരു വീടുണ്ടാക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ ആയുഷ്കാലം അധ്വാനിക്കാൻ, അവന്റെ ആയുസ് മുഴുവനും ചെലവഴിക്കുന്നത് വീടിനാണ്. എത്ര ആളുകളാരെയും ഗൾഫ് നാടുകളിലൊക്കെ പോയി കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് വയസ്സായിട്ട് ഇനിയും നാട്ടു പോകാനായില്ല, പൊരണ്ടാക്കിയിട്ടില്ല അറിയാമോ? അപ്പൊ ഇതുവരെ എന്താ ചെയ്യും? ഇതുവരെ കുട്ടികളെ കെട്ടിച്ചു പോയില്ലേ? അതൊക്കെ മക്കളെ കെട്ടിച്ചു പോയി. ഇപ്പൊ ഈ വയസ്സ് പല്ല് പോയ സമയത്ത് ഇയാൾ ഗൾഫിൽ എല്ലുമുറിയെ പണിയെടുക്കാനാണ്. എന്തിന്? പൊരണ്ടാക്കാൻ. പൊരണ്ടാക്കാനല്ല, ആ പൊര അവന്റെ അയൽവശത്തുള്ള വീടുകളെ പോലെ പ്രൗഢമായിരിക്കാൻ. അല്ലാതെ വെറുതെ പൊരണ്ടാക്കാനല്ല. അതിനത്ര കാശൊന്നും വേണ്ട. അപ്പുറത്തുള്ള വീട് പോലെ ആകണ്ടേ? അതിനൊരു 50 ലക്ഷം അല്ലെങ്കിൽ 75 ലക്ഷം ഇല്ലാതെ പൊരണ്ടാക്കാൻ കഴിയും. അപ്പൊ അതുപോലെ പൊരണ്ടാക്കാൻ ഇവൻ എന്നിട്ട് ആ പൊരയൊക്കെ ഉണ്ടാക്കി ആയി വരാനാവുമ്പോഴേക്ക് അവര് അത്യാവശ്യം എന്തൊക്കെ മനുഷ്യർക്ക് രോഗം ഉണ്ടാവും അതൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. എന്നിട്ട് ഈ പെരന്ന് ആസ്വദിക്കാൻ സമയം കിട്ടണ്ടേ? അവിടെ വിട്ടുന്നില്ല, അപ്പൊ അയാൾ മരിച്ചു പോയിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കണം, സഹാബികൾ ആ ചിന്ത തലയിനാണ്ട് ഒഴിവാക്കാണ്. എന്തിനാണ്? ഇബാദത്തിന് വേണ്ടി മാറ്റിവെക്കാൻ. കാരണം അവർക്കറിയാം ഇത് വിട്ടുപോയാൽ, നാം അതിന്റെ ശരിയായ എസൻസിൽ നിന്ന്, ഇബാദത്തിന്റെ ശരിയായ ആധ്യാത്മികതയിൽ നിന്ന് വിട്ടുപോയാൽ, പുറത്തിറങ്ങിയാൽ ഈ നഗരം നമ്മളെ ചതിക്കും, നമ്മുടെ വീടുകൾ നമ്മളെ ചതിക്കും, നമ്മുടെ കുടുംബങ്ങൾ നമ്മളെ ചതിക്കും. ഇല്ലേ? നിങ്ങൾ പറയൂ, എന്തിനാണ് ഈ ആളുകൾ ഇത്രയും കഷ്ടപ്പെടുന്നത്? എന്തിനാണ് അവർ വിഷമിക്കുന്നത്? ഒരു മനുഷ്യന് ഈ ദുനിയാവിൽ ജീവിക്കാൻ വേണ്ട ആഹാരം ലഭിക്കാനാണോ? അതിനുവേണ്ടിയാണോ ആളുകൾ കഷ്ടപ്പെടുന്നത്? ഒരു മനുഷ്യന് അത്യാവശ്യമായി അവന്റെ ശരീരത്തിൽ ധരിക്കാവുന്ന വസ്ത്രം ലഭിക്കാനാണോ? നിങ്ങളൊരു വർഷത്തെ ബജറ്റും തയ്യാറാക്കി നോക്കും. നോർമൽ സാധാരണഗതിയിൽ ആഹാരം കഴിക്കുന്നുണ്ടല്ലോ മനുഷ്യന്മാർ. ആ ആഹാരം കഴിക്കാൻ എത്ര ചെലവ് വരും? നിങ്ങളൊരു കടയിൽ നിന്ന് സ്ഥിരമായിട്ട് ഒരു മസാലക്കടയിൽ നിന്ന് സാധനം വാങ്ങുകയാണെങ്കിൽ ഒരു മാസത്തേക്ക് നിങ്ങളുടെ വീട്ടിൽ ഒരു 4-5 അംഗങ്ങളുടെ ഒരു കുടുംബത്തിലേക്ക് അരിയും മല്ലിയും മുളകും വാങ്ങാൻ എത്ര കാശ് ചെലവാകും? ഈ പൈസ കിട്ടാനാണോ നിങ്ങളെ അധ്വാനിക്കുന്നത്? അതിനുവേണ്ടിയാണ് ഈ ആളുകൾ കഷ്ടപ്പെടുന്നത്. അവന് അത്യാവശ്യമായ 2-3 ജോഡി ഡ്രസ്സ് അല്ലെങ്കിൽ 4 ജോഡി ഡ്രസ്സ് ഈ ആധുനിക കാലഘട്ടം ആയതുകൊണ്ട് അതിനു വേണ്ടിയാണോ അവനെ അധ്വാനിക്കാൻ എത്ര കാശ് വേണം? ഒരു വർഷത്തിൽ 4 ജോഡി ഡ്രസ്സ് വാങ്ങാൻ എത്ര പൈസ വേണം? കണക്കൂട്ടി നോക്കുന്നത്. അതുമല്ല, ആളുകൾ അധ്വാനിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ചുറ്റുഭാഗത്തുമുള്ള ആളുകൾ ജീവിക്കുന്നത് പോലെ അവരെന്തൊക്കെ ചെയ്യുന്നോ അതൊക്കെ ചെയ്യാൻ, അവരെന്തൊക്കെ മാമൂലുകൾ ചെയ്യുന്നോ ആ മാമൂലുകൾ ചെയ്യാൻ, അവരെന്തൊക്കെ സാമൂഹികമായ തിന്മകൾ ചെയ്യുന്നോ ആ തിന്മകൾ ചെയ്യാൻ, അതിനുവേണ്ടി പണം ഉണ്ടാകാനാണ് ഈ അധ്വാനിക്കുന്നത്.
ആ പണം ഉണ്ടാകണമെന്ന്, ആ കാര്യങ്ങൾ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളെ നിർബന്ധിക്കും, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ നിർബന്ധിക്കും, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളെ നിർബന്ധിക്കും, നിങ്ങളുടെ മക്കൾ നിങ്ങളെ നിർബന്ധിക്കും. ആ സമ്മർദ്ദങ്ങളിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾ അധ്വാനിക്കാൻ നിർബന്ധിതരാവും. ഇത് നമ്മുടെ സാധാരണ ജീവിതമാണ്. നിസ്കാരമൊക്കെ ഒരു ഭാഗത്ത് അതൊക്കെ ശരി തന്നെയാണ്, നോമ്പുണ്ട് അത് ശരിയാണ്, അതൊക്കെ വേറെ കാര്യം. പക്ഷെ വീട്ടിലേക്ക് ഇറങ്ങിച്ചൊന്ന് നോക്കണം, അപ്പൊ നമുക്ക് മനസ്സിലാവും ശരിയായ ജീവിതം എന്താണ്. അവിടെ നാം സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വരും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ലേ സഹാബികളോട്, സഹാബികളെ ഇനി നിങ്ങൾക്കൊരു കാലഘട്ടം വരും, ആ കാലഘട്ടത്തിൽ നിങ്ങളുടെ ഈമാനുമായി അത് നിലനിർത്താൻ പർവ്വത പ്രദേശങ്ങളിൽ ഒരു കുന്നിന്റെ മുകളിൽ നിന്ന് വേട്ടക്കാരനെ പേടിച്ച് അടുത്ത കുന്നിന്റെ മുകളിലേക്ക് ഓടുന്ന കുറുനരിയെ പോലെ നിങ്ങളുടെ ഈമാനുമായിട്ട് നിങ്ങൾ ഓടി രക്ഷപ്പെടുന്ന ഒരു കാലഘട്ടം നിങ്ങൾക്ക് വരാനിരിക്കുന്നു. വേട്ടക്കാരനെ പേടിച്ച് ഈ കുറുനരി അല്ലെങ്കിൽ മാന് ഒരു കുന്നിൽ വെച്ചെന്നാൽ അവിടെ വേട്ടക്കാരൻ വരും, അപ്പൊ അടുത്ത കുന്നിൽ കൂടും, അപ്പൊ വേട്ടക്കാരൻ അവിടെ എത്തും, അപ്പൊ അടുത്ത കുന്നിലേക്ക് ഓടും. ഇങ്ങനെ ഒരു കുന്നിന്റെ മുകളിൽ നിന്ന് മറ്റേ കുന്നിലേക്ക്, അവിടുന്ന് അടുത്ത കുന്നിലേക്ക്, അവിടെ നിന്ന് അടുത്ത കുന്നിലേക്ക്, അങ്ങനെ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ്. അതുപോലെ ഈമാനുമായിട്ട് നിങ്ങൾ ഓടി രക്ഷപ്പെടുന്ന ഒരു കാലഘട്ടം നിങ്ങൾക്ക് വരാനിരിക്കുന്നു. സഹാബികൾ ചോദിച്ചു, റസൂലെ ഏതായിരിക്കും ആ കാലഘട്ടം? അല്ലാഹു റസൂൽ പറഞ്ഞു, ഹലാഖു റജുലി മിൻ വാലിദൈഹി. അന്നൊരു മനുഷ്യന്റെ ഹലാക്ക് അവന്റെ ഉമ്മാനും പാപ്പാനും കൊണ്ട് തന്നെ ആയിരിക്കും, അവന്റെ മാതാപിതാക്കളെ കൊണ്ട്, അല്ലെങ്കിൽ അവന്റെ അശീറത്തിനെ കൊണ്ട്, അവന്റെ ബന്ധുക്കളെ കൊണ്ട്, അല്ലെങ്കിൽ അവന്റെ ഭാര്യയെ കൊണ്ട്, അല്ലെങ്കിൽ അവന്റെ മക്കളെ കൊണ്ട്, അവരിൽ നിന്നായിരിക്കും അവന്റെ ഹലാക്ക് വരിക. അപ്പൊ സഹാബികൾ ചോദിച്ചു, റസൂലെ എങ്ങനെയാണ് ഉമ്മയും ബാപ്പയും ഒരു മനുഷ്യന്റെ ഹലാക്കാകുന്നത്? എങ്ങനെയാണ് ഭാര്യ ഒരു മനുഷ്യന്റെ ഹലാക്കാകുന്നത്? എങ്ങനെയാണ് മക്കൾ ഒരു മനുഷ്യന്റെ ഹലാക്കാകുന്നത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആ കാലഘട്ടത്തിൽ നീ സത്യസന്ധനായി ജീവിക്കണം എന്ന് വിചാരിച്ച് ലാളിത്യം സ്വീകരിച്ചാൽ നിന്റെ മാതാപിതാക്കൾ നിന്നെ വിടില്ല, നിന്റെ ഭാര്യമാരും മക്കളും നിന്നെ വിടില്ല. സമൂഹത്തിന്റെ പോലെ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ചെയ്യാൻ വേണ്ടി അവർ നിന്നെ നിർബന്ധിക്കും. അതിനുവേണ്ടി നീ അധ്വാനിച്ച് പണമുണ്ടാക്കി കൊടുക്കാതിരുന്നാൽ, അതിനു വേണ്ടി എന്ത് മാർഗവും നീ സ്വീകരിക്കാതിരുന്നാൽ അവരുടെ ഇടയിൽ നീ മാനം കെട്ടവനാകും. അവർ നിന്നെ ആക്ഷേപിക്കും. ബഖീൽ എന്ന് പറയും, പിശുക്കൻ എന്ന് പറയും, അല്ലെങ്കിൽ കയ്യയില്ലാത്തവൻ എന്ന് പറയും, അല്ലെങ്കിൽ ഒന്നിനും കൊള്ളരുതാത്തവൻ എന്ന് നിന്നെ കുറിച്ചവർ പറയുന്ന ഒരു കാലഘട്ടം വരുമ്പോൾ അവരുടെ മാനം കാക്കാൻ വേണ്ടി നീതിയില്ലാതെ ഹലാൽ ഹറാമില്ലാതെ നീ തെറ്റുകളിലേക്ക് വഴുതിപ്പോയി അവസാനം നരകം വാങ്ങുന്ന ഒരു കാലഘട്ടം നിനക്ക് വരാനിരിക്കുന്നു. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജീവിതത്തെ കുറിച്ച് പരിശോധിക്കുക. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹഖല്ലേ, സത്യല്ലേ പറഞ്ഞത്? നിങ്ങൾ മറ്റുള്ളവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് പണം ഉണ്ടാക്കേണ്ടി വരൂലേ? ആവശ്യമുണ്ടായിട്ടാണോ നിങ്ങൾ ഈ പല കാര്യങ്ങളും ചെയ്യുന്നത്? ആവശ്യമുണ്ടായിട്ടല്ല, മക്കൾ നിങ്ങളെ നിർബന്ധിക്കും. ഇന്ന് നോക്കി, നിങ്ങൾ ഏതൊരു കോളേജിൽ പോകുന്ന, ഒരു സ്കൂളിൽ പോകുന്ന ഒരു വിദ്യാർത്ഥി ഒരു മൊബൈൽ അവന് വേണം. ബാപ്പാനെ നിർബന്ധിക്കാനവൻ, ബാപ്പാനോട് നേരിട്ട് പറയാൻ പറ്റൂല, ഉമ്മാനോട് പറയും. ഉമ്മ നിർബന്ധിക്കും, അവനൊരു മൊബൈൽ വാങ്ങിക്കൊടുക്കണം, പരീക്ഷയ്ക്ക് പാസ്സായതല്ലേ, സമ്മാനം കൊടുക്കുകയാണ്. മൊബൈൽ വാങ്ങിക്കൊടുത്താൽ തന്നെ ഉമ്മാക്കറിയില്ല അതിൽ എന്തൊക്കെ ഫംഗ്ഷൻ ഉള്ളത്. അവ മോൻ പറയും ബ്ലൂടൂത്ത് വേണമെന്ന് പറയും. ബ്ലൂടൂത്തുള്ള മൊബൈൽ വാങ്ങിക്കൊടുക്കണം. ഈ വാപ്പാക്ക് പിടിപ്പിക്കാൻ കഴിയില്ല, തെല്ലാന്ന് പറയാൻ വാപ്പാക്ക് ധൈര്യം ഉണ്ടാവും. അല്ലെങ്കിൽ ഉമ്മ പറഞ്ഞാൽ എങ്ങനെ മോശമല്ലേ? എല്ലാ കുട്ടികളെയും മൊബൈലുള്ള സ്ഥിതിക്ക് മൊബൈൽ വാങ്ങിക്കൊടുക്കാതിരുന്ന മോശമല്ലേ? ഈ സമ്മർദ്ദത്തിന് വഴങ്ങാളിയാണ്. പറ്റില്ല എന്ന് പറയാൻ, തന്റെ ഇടത്തോടെ പറയാൻ കഴിഞ്ഞ എത്ര വാപ്പാരുണ്ടാവും? അവന്റെ ഭാര്യമാർ നിർബന്ധിക്കുന്ന സാമൂഹികമായ അനാചാരങ്ങൾ, എണ്ണമറ്റ അനാചാരങ്ങൾ നമ്മുടെ നാടുകളിലില്ലേ? നമ്മുടെ കുടുംബങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തുന്നു നോക്ക് നിങ്ങൾ. നാം ഈ പണം ചെലവഴിക്കുന്ന മുഴുവൻ യാഥാർത്ഥ്യങ്ങൾക്ക് വേണ്ടിയാണോ? ആവശ്യങ്ങൾക്ക് വേണ്ടിയാണോ? ജനങ്ങളുടെ മുന്നിൽ അഭിമാനം നേടാൻ വേണ്ടി? ഇവിടൊക്കെ എന്തൊക്കെ ആചാരങ്ങളിൽ എനിക്കറിഞ്ഞുകൂടെ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ള ചില സംഭവങ്ങൾ, ചില സാമൂഹികമായ ആചാരങ്ങൾ കേട്ടോ. ഞാനൊരു വിമൻ കോളേജ് നടത്തുന്നുണ്ട്, പെൺകുട്ടികളുടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം. വളരെ നോർമൽ ചെറിയൊരു ഫീസാണ് വാങ്ങുന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞ പെൺകുട്ടികൾക്ക് ഇസ്ലാമികമായ ഖുർആൻ, ഹദീസും ഫിഖ്ഹും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം അവർക്ക് പ്ലസ് ടു പാസ്സാകാറുണ്ട്.
സാധാരണഗതിയിൽ അങ്ങനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളരെ കുറവാണ്. അപ്പൊ അതൊരു ഒരു വല്ലാത്തൊരു അനുഗ്രഹമാണ്. അനുഗ്രഹം ആകണമെന്ന് കരുതിയിട്ടാണ് നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നത്. എന്നിട്ട് അവിടെ ഒരു അഡ്മിഷന്റെ ടൈം വന്നാൽ എനിക്കറിയും ഈ രക്ഷിതാക്കൾ പരിസര പ്രദേശത്തുള്ള ആളുകളായതുകൊണ്ട് ഉമ്മാരാണ് എന്തിനായി വരുന്നത്? ശുപാർശ പറയാനാണ്, ഫീസ് കൊടുക്കാൻ കഴിയുന്നത്. ആകപ്പാട് 200 രൂപ മാസത്തിൽ ഫീസ് കൊടുക്കുള്ളൂ. ഈ അധ്യാപക ശമ്പളം കൊടുക്കും. ആ മാസത്തിൽ 200 രൂപ ഒരു കൊല്ലത്തിൽ എത്ര കാശുമാണ്? ഒരു 2200-400 രൂപയാണ്. ഇതവരെ കൊണ്ട് തരാൻ കഴിയാത്തവരെല്ലാം അധികവും. പക്ഷെ വാപ്പാര് വരാത്തത് കൊണ്ടാണ്. എനിക്കറിയാമല്ലോ ഈ വാപ്പാരൊക്കെ. ഉമ്മാരെ പറഞ്ഞാൽ ഞാൻ ആളാരാണ് പെട്ടെന്ന് മനസ്സിലാവില്ലല്ലോ. എന്നിട്ട് ഉമ്മാരെ പറഞ്ഞേക്കും. ഞാൻ അവരോട് പറയും ഒക്കെ ശരി തന്നെയാണ്, വർഷത്തിൽ 2400 രൂപ തരാൻ നിങ്ങൾക്ക് കഴിയില്ല. എന്തിന്? നിങ്ങളുടെ പെൺകുട്ടിക്ക് ഈ വിദ്യാഭ്യാസം കൊണ്ട് കിട്ടാവുന്നത് ഒരു തൊഴിലോ ജോലിയോ ഒന്നല്ല, അതിനേക്കാൾ ഉപരിയായ അവരുടെ പരലോകത്തിന്റെ സുരക്ഷയാണ്. കാരണം നമ്മളവർക്ക് ഖുർആനാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്, ഹദീസാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. വെറും ക്ലാസ്, ഖുർആന്റെ ഹദീസിന്റെയും ക്ലാസുകളല്ല, അവരുടെ ജീവിതമാണ്. ഒരു മുസ്ലിമായ സ്ത്രീയുടെ ജീവിതം എന്താണ് എന്നാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് 2 വർഷം കൊണ്ട്. അവരുടെ ഭാവിക്ക്, ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ഭാവിക്ക് വേണ്ടി. ഇത് നിങ്ങളുടെ കുട്ടിക്ക് നന്നായി പഠിച്ചാൽ നേടാൻ പോകുന്നത് പാരത്രിക ലോകത്തിന്റെ വിജയമാണ്. അതിന് നിങ്ങൾക്ക് ഒരു 2400 രൂപ ചെലവാക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട, ശരി ഞാൻ പഠിപ്പിച്ചോളാം, എനിക്ക് പ്രയാസമില്ല, നിങ്ങളെ മക്കളെ ഞാൻ പഠിപ്പിച്ചോളാം. ശരി, കാര്യം ഈ ഒരു കൊല്ലത്തിന്റെ ഇടയ്ക്ക് ഇനി ഞാൻ പറയുന്നത് പള്ളാണാൻ പോകാൻ വേണ്ടി 8000 രൂപ ചെലവാക്കി ഞാൻ കളിക്കരുത്. കേട്ടെന്റെ കാശുണ്ടായിരുന്നു ഞാൻ. കാരണം എനിക്കറിയാം, ഒരു പെണ്ണ് ഗർഭിണിയായി കഴിഞ്ഞാൽ അവളെ വീട്ടിൽ കൊണ്ടുപോയാൽ അവളുടെ വയറ് കാണാൻ വേണ്ടി പോകാൻ വേണ്ടി 8000 രൂപ 9000 രൂപയ്ക്കാണ് ചെലവാക്കുന്നത് അലുവ വാങ്ങാൻ. നിങ്ങൾ ആലോചിച്ച സമൂഹമാണ് ഇത്. 1-2 ആളുകൾ ചെയ്യുന്ന നമുക്ക് മനോരോഗികളെന്ന് വെക്കാം. മൊത്തം 1-2 ആളുകളിൽ ഒരു സമൂഹം മുഴുവനാണ് ഇത് ചെയ്യുന്നത്. എന്നിട്ട് ഈ മാർക്കറ്റിൽ എത്ര പ്രശസ്തമായിരുന്നാലും കോഴിക്കോടൻ അലുവ വളരെ പ്രശസ്തൊക്കെ തന്നെയാണെങ്കിലും ഇന്നിപ്പോ ആരെങ്കിലും തിന്നുന്നുണ്ടോ? ആർക്കാണ് ഇത് ഇഷ്ടമുള്ളത്? ഞങ്ങളുടെ ഏരിയയിൽ. കാരണം ഒരു മനുഷ്യനത് മധുരം ഉപയോഗിക്കാൻ പാടില്ല, ചായയിൽ തന്നെ പഞ്ചസാര ഉപയോഗിക്കാൻ പാടില്ല. എല്ലാവരും ഡോക്ടർമാരും അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു കാണും ആരും മധുരം ഉപയോഗിച്ചു പോകരുത്. ഇതിപ്പോ പഞ്ചസാര പാക്കറ്റിന്റെ മുകളിൽ എഴുതി വെക്കാൻ പോകും, സിഗരറ്റ് പാക്കറ്റിന്റെ മുകളിലുള്ള പോലെ. ഇത് വളരെ അപകടകാരിയാണ്, ആരും തൊട്ടുപോകരുത്. എന്നിട്ട് ഈ പഞ്ചസാര കലക്കിയിട്ട് ഉണ്ടാക്കിയ ഈ സാധനം ഒരൊറ്റ കടയിലും അതിന്റെ പേരിൽ ചെലവ് കുറഞ്ഞിട്ടില്ല. എവിടെയെങ്കിലും ചെലവ് കുറഞ്ഞിട്ടുണ്ടോ? നാട്ടിൽ കാണുന്ന ഒക്കെ പ്രമേഹ രോഗികളാണ്. ഏത് വഴി തന്നാലും ചായക്ക് മധുരമില്ല. എല്ലാവരും വന്നിട്ട് ചോദിക്കും, ഒരു അസുഖമില്ലാത്ത നമ്മളോട് വരെ ചോദിക്കും പഞ്ചസാരമാണോ? വെറുതെ ചോദിക്കാതിരിക്കാൻ കഴിയില്ല അവർ. ഇങ്ങനെ ആർക്കും പഞ്ചസാര വേണ്ടാത്ത ലോകമായിട്ട് ഇവിടെ പഞ്ചസാരക്ക് എന്തെങ്കിലും വില കുറഞ്ഞിട്ടുണ്ടോ, ഡിമാൻഡ് ഉണ്ടായിട്ടുണ്ടോ, അലുവ ചെലവാകാതിരിക്കുന്നുണ്ടോ ഇല്ല. എന്നിട്ട് ഈ അലുവ വാങ്ങിയിട്ട് കെട്ടാക്കിയിട്ട് വരെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും. എന്നിട്ട് ആ കിട്ടുന്ന വീട്ടുകാരോ അവർക്കത് ആവശ്യമുണ്ടോ? ആവശ്യമില്ല. പക്ഷെ കൊടുത്തിട്ടില്ലെങ്കിൽ അവർ ജിഹാദ് വിളിച്ചിട്ടുണ്ടാവും. പിന്നെ ആ പെണ്ണ് മര്യാദയ്ക്ക് പ്രസവിക്കാനേ ഇല്ല. മാനസികമായ ടെൻഷൻ ഉണ്ടാക്കിയിട്ട് പിന്നെ പ്രഷർ കയറി ആശുപത്രിയിൽ ഇത് കൊണ്ടുപോയി കൊടുത്തിട്ടില്ലെങ്കിൽ. എന്നിട്ട് ഇത് കിട്ടിയാൽ ഇങ്ങനെ കഷ്ണാക്കിയിട്ട് എല്ലാ വീടുകൾക്കും കൊടുക്കും. ഒരൊറ്റ വീട്ടുകൾക്ക് ആവശ്യമുണ്ട്. കുട്ടികൾ വരാത്ത സാധനം തിന്നൂല, എന്നിട്ട് പുറത്തേക്ക് വലിച്ചെടുക്കും. എന്നിട്ട് കാക്കകൾ തിന്നാണ് തിരക്കില്ല, കാക്കും തിന്നൂലല്ലേ അലുവ. ഒരു ജീവിക്കും അത് വേണ്ട. എന്താ അതിന് വേണ്ടിയിട്ടാണ് 8000-10000 രൂപ ചെലവാക്കുന്നത്. ഒരു നാട്ടിന്റെ ആചാരം. ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളെവിടെ ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞോട് എന്റെ നാട്ടിലൊരു അവസ്ഥയാണ്. അപ്പൊ ഇവർക്ക് ഇതിന്റെ ശരീരത്തുകളൊന്നും പ്രശ്നമില്ല. അതിന് അവർ എങ്ങനെയെങ്കിലും പണം ഉണ്ടാവും. ഖുർആൻ പഠിക്കാൻ, ഹദീസ് പഠിക്കാൻ മകൾക്ക് 200 രൂപ മാസത്തിൽ ഫീസ് കൊടുക്കാനില്ലാത്ത ഈ പാവങ്ങൾ ഇതിനു വേണ്ടി പണം ചെലവഴിക്കാൻ, ഒരു പ്രയോജനമില്ലാത്ത കാര്യത്തിന് വേണ്ടി ചെലവഴിക്കാൻ. ഇതുപോലത്തെ എണ്ണമറ്റ സാമൂഹികമായ സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒരുപക്ഷെ അവരെ സന്ദർശിക്കാൻ പോകുന്നതോ എന്തെങ്കിലും ഹദിയ കൊണ്ടുപോകലൊന്നും തെറ്റാന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ ന്യായങ്ങളെയും അന്യായങ്ങളെയും കുറിച്ച് ചിന്തിക്കണ്ടേ? ഇതിന് യാതൊരു പ്രശ്നമില്ല. എത്ര പണം ഇതുപോലത്തെ കാര്യങ്ങൾക്ക് വേണ്ടി, ഒരു റൂമൊക്കെ ഉണ്ടാക്കാൻ, ഒരു വീടുണ്ടാക്കാൻ അല്ല പ്രശ്നം. ഒരു കല്യാണം നടക്കുകയാണെങ്കിൽ പുതിയാപ്പൾക്ക് കയറിയിരിക്കാനുള്ള ഒരു അറ ഉണ്ടാക്കി കൊടുക്കാൻ എത്ര രൂപ നിങ്ങൾക്ക് ചെലവാകും? നിങ്ങൾ സന്തോഷത്തോടെ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ നിർബന്ധിച്ചതിന്റെ പേരിൽ അപ്പുറത്ത്
ഇരുന്നിട്ട് സുന്നസ്കരിച്ചാണ്ട് കരയുന്ന ആളുകളെ കാണും. അയാൾ ബേജാറായി കരയാണ്, പടച്ചവനെ അറുണ്ടാക്കാൻ പൈസ ഇല്ലല്ലോ, ഇപ്പം എന്താ ഞാൻ ചെയ്യാറുണ്ട്, നിസ്കരിച്ചെന്നാണ് കരയാണ്. അതിനുള്ള ഉപകരണങ്ങൾക്ക് വേണ്ടി, ദുന്യാവിന്റെ ആഡംബരങ്ങൾക്ക് വേണ്ടിയാണ് ഈ വാശി പിടിക്കുന്നത്. മുസ്ലിങ്ങളാണ് നമ്മളൊക്കെ. ദീനില്ലാത്തവരോ അറിവില്ലാത്തവരോ അല്ലെങ്കിൽ സാമൂഹിക ബോധമില്ലാത്ത ആളുകളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, അവർക്ക് ഖുർആനില്ല, ഹദീസില്ല. നമ്മുടെ കയ്യിൽ വിശുദ്ധ ഖുർആനില്ലേ, നമ്മുടെ കയ്യിൽ ഹദീസില്ലേ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ ചിത്രങ്ങൾ നമ്മുടെ മുന്നിലില്ലേ. ഹദീസിൽ കാണും മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന പള്ളിയുടെ മുറ്റത്ത് ഒരു ദിവസം കിടക്കുകയാണ്. ഈത്തപ്പന ഓലം മടങ്ങുണ്ടാക്കിയ പായയിലാണ് അല്ലാഹുവിന്റെ റസൂല് കിടക്കുന്നത്. കുപ്പായം ധരിച്ചിട്ടില്ല, കുപ്പായം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ധരിച്ചിട്ടില്ല. റസൂലുള്ളാഹി പായയിൽ കിടന്നിട്ട് ഉറങ്ങുകയാണ്. ആ സമയത്താണ് മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല തങ്ങൾ കടന്നു വരുന്നു. ആ ഈത്തപ്പനയോലയിൽ അർദ്ധനഗ്നനായി കുപ്പായമില്ലാതെ കിടക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കുറച്ചു സമയം ഇങ്ങനെ നോക്കി നിന്നു. ആ ഉറക്കിന്റെ ഇടയിൽ റസൂലുള്ളാഹി നേടി തിരിഞ്ഞു കിടന്നു. ഇപ്പുറത്തേക്ക് തിരിഞ്ഞപ്പോൾ ആദ്യം കിടന്ന ഭാഗത്ത് ആ മൃദുലമായ ഭൂമിയിൽ ഈത്തപ്പന ഓലയുടെ മനോഹരമായ അടയാളങ്ങൾ പതിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. ഈത്തപ്പനന്റെ ഓലയാണ്. സാധാരണ നമ്മളൊക്കെ ഓല പായുണ്ടാക്കിയ തെങ്ങിന്റെ ഓലയാണ്, കുറച്ച് മിനുസുണ്ടാവും. ഈത്തപ്പനന്റെ ഓല പരിക്കനാണ്. തെങ്ങിന്റെ ഓലയുടെ മിനുസുണ്ടാവില്ലല്ലോ. ആ പായയിൽ റസൂലിന് തിരിഞ്ഞു കിടന്ന പായ, അതിന്റെ ശരിയായ ചിത്രം റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ പതിഞ്ഞിരിക്കാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. അപ്പോഴാണ് റസൂൽ ഉണരുന്നത്. ഉമറിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂല് അമ്പരപ്പോട് ചോദിച്ചു, അൻതയാ ഉമർ, അൻതയാ ഉമർ, നീയോ? നീയോ എന്ന് ചോദിച്ചാൽ നീയാണോ കരയുന്നത്? വേറെ ആരെങ്കിലും കരഞ്ഞാൽ മനസ്സിലാകാം. അബൂബക്കർ സിദ്ദീഖ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാനൊക്കെ കരയുകയാണ്. അവർ അങ്ങനത്തെ ആളുകളാണ്, വളരെ ലോലമായ മനസ്സാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് കരയാന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതം തന്നെയല്ലേ. വേറെ ആര് കരഞ്ഞാലും അത് മനസ്സിലാകുമല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ്, ഖാലിദ് ഇബ്നു വലീദ്, ഇങ്ങനത്തെ ആളുകളൊക്കെ കരയാന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുന്നതല്ലല്ലോ. അതുകൊണ്ടാണ് റസൂൽ ചോദിച്ചത്, അൻതയാ ഉമർ, നിനക്കെന്ത് പറ്റി, നീയാണോ കരയുന്നത്? അപ്പൊ കഥ എന്താണെന്ന് അറിയില്ലല്ലോ. റസൂൽ എന്താ ഉമറിനെന്തോ പറ്റിയിട്ടാന്നാ വിചാരിച്ചത് അല്ലാഹുവിന്റെ റസൂൽ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ തിരുദൂതരെ, പേർഷ്യയിലെയും റോമിലെയും ചക്രവർത്തിമാർ പട്ടുമെത്തകളിലാണ് കിടക്കുന്നത്. പേർഷ്യയിലെയും റോമിലെയും ചക്രവർത്തിമാർ പട്ടുമെത്തകളിൽ കിടക്കുകയാണ്. അങ്ങ് അഷ്റഫുൽ ഖൽഖാണ്, സൃഷ്ടികളിൽ അത്യുത്തമരായ റസൂലേ, അങ്ങ് എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? അതുകൊണ്ട് അങ്ങേക്ക് കിടക്കാൻ, ഈ പായയിൽ വിരിക്കാൻ ഞങ്ങളൊരു വിരിപ്പ് വാങ്ങി തരട്ടെയോ റസൂലേ? അല്ലാഹുവിന്റെ ഹബീബായ റസൂലിനോട് ഉമർ ഇബ്നുൽ ഖത്താബ് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹിന്റെ മുഖഭാവം മാറി. റസൂൽ എഴുന്നേറ്റിരുന്നു. രൂക്ഷമായി ഉമറിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അല്ലാഹുവിന്റെ ഹബീബായ റസൂൽ പറഞ്ഞു, ഉമർ, നീയാണോ ഇത് പറയുന്നത്? നീയാണോ ഇത് പറയുന്നത്? അമാ തർലാൻ തകൂന ലഹുദ് ദുനിയാ വലനൽ ആഖിറ. അമാ തർലാ, ഉമർ, നിനക്ക് ഇഷ്ടമല്ലേ, നീ തൃപ്തിപ്പെടുന്നില്ലേ? അങ്ങ് തകൂന ലഹുദ് ദുനിയാ, അവർക്കൊക്കെ ദുനിയാവാണ്, അവർക്കതേ ഉള്ളൂ ദുനിയാവ്. നമുക്കോ വലനൽ ആഖിറ, നമുക്ക് ദുനിയാവല്ല ആഖിറമാണ്. ഇത് ആഖിറമായിരിക്കണമെന്ന് നിനക്ക് മോഹമില്ലേ ഉമറേ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ ആ വിഷയം പറഞ്ഞിട്ടില്ല. കാരണം അല്ലാഹുവിന്റെ റസൂൽ ആഖിറത്തിനെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി ആ റസൂലിനോട് വിരിപ്പിന്റെ കാര്യം പറയാൻ പറ്റില്ലല്ലോ. ആ റസൂലുള്ളാഹിന്റെ ആളുകളാണ് നമ്മളൊക്കെ. നിങ്ങൾക്ക് അല്ലാഹു അനുഗ്രഹം ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ബെഡോ, ഒരു കട്ടിലോ, ഒരു വിരിപ്പോ, അല്ലെങ്കിൽ ഒരു വീടോ, നല്ല വീടുണ്ടാക്കി കിടന്നോളൂ. പക്ഷെ അതിന്റെ പേരിൽ ആളുകളെ കഷ്ടപ്പെടുത്തുന്നത് എന്തിനാണ്? ഈ സാധു ജനങ്ങളെ ബുദ്ധിമുട്ടാക്കുന്നത് എന്തിനാണ്? ആ കട്ടിലിന് സംഖ്യ പോരാ, 50,000 കട്ടിലില്ലാതെ ഞാൻ അറിയിക്കങ്ങ് കയറൂല എന്ന് പറയുന്നത് എന്തിനാണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതിനെന്ത് ന്യായമാണ് നിങ്ങൾക്കുള്ളത്? ആരാണ് നിങ്ങൾക്ക് ഇതിന് അധികാരം തന്നത്? ദുനിയാവിന്റെ ഈ സുഖത്തിന് വേണ്ടി
നിങ്ങൾ പാവപ്പെട്ട പെൺകുട്ടികളുടെ പിതാക്കന്മാരെ വഴിയാധാരമാക്കുന്നില്ലേ, അവരെ കഷ്ടപ്പെടുത്തുന്നില്ലേ? എന്നിട്ട് നിസ്കരിച്ചാൽ മതിയോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ നിസ്കാരം അല്ലാഹു തആല കണക്കിലെടുക്കുമോ? ജനങ്ങളെ ബുദ്ധിമുട്ടാക്കുന്ന, ജനങ്ങളെ വിഷമിപ്പിക്കുന്ന, ആളുകളെ കണ്ണുനീര് കുടിപ്പിക്കുന്ന ഒരാളുടെ നിസ്കാരത്തിന് അല്ലാഹു തആലക്ക് ആവശ്യമുണ്ടോ? നല്ലതുപോലെ ആലോചിച്ചുകൊള്ളണം. വല്ലദീന യുഅ്ദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി ബിഗൈരി മക്തസബൂ ഫഖദ് ഇഹ്തമലൂ ബുഹ്താനൻ വ ഇസ്മൻ മുബീനാ. പരിശുദ്ധ ഖുർആനാണിത്. വിശുദ്ധ ഖുർആൻ, നാമത്തെ ഓതുന്ന പരിശുദ്ധ ഖുർആനിലെ ആ ഖുർആനിൽ ഈ ആയത്തുണ്ട്, വല്ലദീന യുഅ്ദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. സത്യവിശ്വാസികളായ ആളുകളെ, ആണുങ്ങളെയും പെണ്ണുങ്ങളെയും, മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും വേദനിപ്പിക്കുന്നവർ, വിഷമിപ്പിക്കുന്നവർ, വല്ലദീന യുഅ്ദൂന, ഈദാ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെടുത്തുന്നവർ, ബുദ്ധിമുട്ടാക്കുന്നവർ, വിഷമിപ്പിക്കുന്നവർ, ബിഗൈരി മക്തസബൂ, അവർ ചെയ്ത കുറ്റത്തിന്റെ പേരിലല്ലാതെ. എന്ത് തെറ്റാ സാധുക്കൾ ചെയ്തത്? നിങ്ങൾ ഇവരോട് ഇന്ന് നിർബന്ധിക്കാൻ എന്ത് തെറ്റാണ് ആ പാപങ്ങൾ ചെയ്തത്? അവര് ആ സ്ത്രീയും പുരുഷനും കല്യാണം കഴിച്ച് അവർക്ക് പെൺകുട്ടി ഉണ്ടായത് അവരുടെ തെറ്റാണോ? അവർ വിചാരിച്ചിരുന്നു അത് പെൺകുട്ടിയായിരിക്കുന്നു? അവർ ചെയ്ത തെറ്റാണോ അത്? ഒരു പെൺകുട്ടി അവർക്കുണ്ടായിപ്പോയി എന്നതിന്റെ പേരിൽ അവരെ വിഷമിപ്പിക്കാൻ, അവരോട് അത് വേണം, ഇത് വേണം, ആ സൗകര്യം വേണം, ഈ സൗകര്യം വേണം, അതുണ്ടാക്കി തരണം, എന്നെങ്കിലേ ഞാൻ അങ്ങോട്ട് കയറുള്ളൂ, എന്നെങ്കിലും എന്റെ വീട്ടിൽ നിന്ന് ഒരു ഭർത്താവ് വരുള്ളൂ എന്ന് പറയാൻ, എന്നിട്ട് അവരുടെ ഹൃദയങ്ങളെ കിടിലം കൊള്ളിക്കാൻ, പഠിച്ചവനെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു വിചാരിച്ച് അവരുടെ മനസ്സുകളിൽ വേദന നിറയ്ക്കാൻ, എന്നിട്ട് അവരെ ജനങ്ങളുടെ മുന്നിൽ കൈ കാണിച്ച് യാചിച്ച് അതിനുവേണ്ടി ജനങ്ങളോട് സഹായം ചോദിക്കാൻ, അല്ലെങ്കിൽ അവരുടെ ഉണ്ടായിരുന്ന സൗകര്യങ്ങളോ വീടുകളോ അല്ലെങ്കിൽ മറ്റ് സ്വത്തുക്കളോ പണയം വെച്ചിട്ട് പണം വാങ്ങിയിട്ട് ഈ സൗകര്യമൊരുക്കി കൊടുക്കാൻ അവരെ നിർബന്ധിച്ച് വേദനിപ്പിക്കുന്ന ആളുകൾ വ്യക്തമായും കുറ്റമാണ് അവർ ചെയ്യുന്നത്, കടുത്ത തിന്മയാണ് അവർ പേറുന്നത് എന്നവർ മനസ്സിലാക്കിക്കൊള്ളട്ടെ. ഇഷ്ടമലു എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. അവർ വഹിക്കുക, ഞങ്ങളുടെ നാടൻ ഭാഷ പറഞ്ഞ പേറെന്ന് പറയും, ചുമല്ലേറ്റ് നടക്കുന്നത് തിന്മയാണ് അവർ ചുമല്ലേറ്റ് നടക്കുന്നതെന്ന് അവർ കരുതിക്കൊള്ളട്ടെ. എത്ര ഗൗരവത്തിലാണ് അല്ലാഹു തആലയുടെ താക്കീതുകൾ നാം ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച്. പക്ഷെ ആരാണ് ശ്രദ്ധിക്കാൻ? നാം ഇബാദത്തുകൾ ചെയ്യുന്നു, നിസ്കരിക്കുന്നു, നോമ്പനുഷ്ഠിക്കുന്നു, ഒക്കെ ശരിയാണ്. പക്ഷേ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം സത്യസന്ധത പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കും. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്ന ജീവിതത്തിന്റെ ഒരു ലാളിത്യമുണ്ട്, ജീവിതത്തിന്റെ ഒരു വിശുദ്ധിയുണ്ട്. ആ ജീവിതത്തിൽ ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ കൊണ്ട് ബുദ്ധിമുട്ടാവില്ല. ഒരാളും കണ്ണുനീര് കുടിക്കേണ്ടി വരില്ല, ഒരാളും വേദനിക്കില്ല, ഒരാളും ഒരു മനുഷ്യനെയും ഒന്നിന്റെ പേരിൽ നിർബന്ധിക്കാൻ പാടില്ല. നിങ്ങൾക്കറിയുമോ, മഹാനായ ഹുദൈഫ റളിയല്ലാഹു തആല ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിന്റെ ഹബീബായ റസൂൽ ഒരിക്കൽ ഞങ്ങളോട് പറഞ്ഞു, ബൈഉനി, നിങ്ങൾ എന്നോട് ബൈഅത്ത് ചെയ്യണം, നിങ്ങൾ എന്നോട് ബൈഅത്ത് ചെയ്യണം. ദീന് അല്ലാഹുവിന്റെ റസൂൽ ബൈഅത്ത് പറഞ്ഞ് വിട്ടിട്ടല്ല, കയ്യിൽ കൈവച്ചിട്ട് കരാർ ചെയ്യിപ്പിച്ചതാണ് അവരോട് ഞങ്ങളിതൊക്കെ ചെയ്യും. ശരിക്കും അങ്ങനെ തന്നെ വേണ്ടതും. നമ്മൾക്കൊക്കെ ആരോട് എന്ത് ഉത്തരവാദിത്വം ഉള്ളത്? ഒന്നുമില്ലല്ലോ. ഈ മശായിഖന്മാര് ബൈഅത്ത് ചെയ്യിപ്പിക്കുന്നതെന്ന് അറിഞ്ഞൂടെ? മശായിഖന്മാര് ബൈഅത്ത് ചെയ്യിപ്പിക്കും, ഷേഖന്മാർ മുരീദന്മാരെ കൊണ്ട്. എന്തിനാണത്? അത് കൺട്രോളാണ്. ആ ബൈഅത്ത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതിന് രക്ഷപ്പെടാൻ പറ്റൂല. ഇല്ലെങ്കിൽ ഷെയ്ഖിനെ കൊണ്ട് എന്താണ് ഈ ഉദ്ദേശിച്ചത് ആ നന്മകൾക്ക് കിട്ടാനും പോകുന്നില്ല. ഒരു ആധ്യാത്മിക ഗുരു ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ ആ ഷെയ്ഖ് അതിന് മാത്രം മുറബിയും യോഗ്യനായി. അങ്ങനത്തെ ആളുകളെ പറ്റുള്ളൂ, ആരെങ്കിലും ഷെയ്ഖാകാൻ പറ്റൂല. അപ്പൊ അതിന് യോഗ്യനായ ഒരു ഷെയ്ഖാണെങ്കിൽ ആ ഷെയ്ഖിൽ നിന്ന് അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്? നമുക്ക് ആത്മീയമായ സ്വർഗീയത്താണ്, നിയന്ത്രണമാണ്. ദുന്യാവിൽ മാത്രമല്ല ആഖിറത്തിലും. അവിടെ ഈ ഗുരുവിന്റെ സാന്നിധ്യം ദുന്യാവിലുണ്ടാവും, ആഖിറത്തിലുണ്ടാവും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഷെയ്ഖ് നിങ്ങളോട് പറയും, തയ്യാറാണെങ്കിൽ എന്നോട് ബൈഅത്ത് ചെയ്യണം. ബൈഅത്ത് ചെയ്യും. എന്താണോ ഷെയ്ഖ് ഇവനിൽ തിന്മകൾ കണ്ടത്, അവന്റെ ദൂഷ്യങ്ങൾ കണ്ടത്, ആ ദൂഷ്യം ചെയ്യില്ല എന്നവരെ കൊണ്ട് ബൈഅത്ത് ചെയ്യിപ്പിച്ചിരിക്കും.
അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവന് ആ ദോഷം ചെയ്യാൻ കഴിയില്ലല്ലോ. അഥവാ ചെയ്താൽ പുറത്തുപോയില്ലേ, ഈ ഷെയ്ഖിന്റെ നിയന്ത്രണത്തിൽ നിന്ന് പുറത്തുപോയില്ലേ, പിന്നെ അവന് ഷെയ്ഖിനെ കൊണ്ട് ഉദ്ദേശിച്ച നന്മ കിട്ടാനും പോകുന്നില്ലല്ലോ. അപ്പൊ അതാർക്കും ഭയമുള്ള സംഗതിയാണ്. ഇത് മശായിഖന്മാർ വെറുതെ ചെയ്തൊന്നുമല്ല, അല്ലാഹു റസൂൽ ചെയ്തിരുന്നതാണ്. റസൂൽ സ്വഹാബികളെ കൊണ്ട് ബൈഅത്ത് ചെയ്യിപ്പിക്കുന്നു. നിങ്ങൾ കടന്നുകൂടെ ബൈഅത്ത്, എത്ര ബൈഅത്തുകളുണ്ടായിട്ട് ഓരോ സന്ദർഭങ്ങളിലും പല കാര്യങ്ങളും ബൈഅത്ത് ചെയ്തു. യുദ്ധം ചെയ്യാമെന്ന് ബൈഅത്ത് ചെയ്തിട്ടുണ്ട് അവരോട്. ബൈഅത്തുൽ റിദ്വാൻ, പ്രശസ്തമായ ബൈഅത്തുൽ റിദ്വാൻ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ബൈഅത്തുൽ റിദ്വാൻ, ബൈഅത്തുൽ അഖബ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്നതിന്റെ 2 വർഷം മുമ്പ് മദീനയിൽ നിന്ന് വന്ന പ്രമുഖരായ ആളുകൾ 7 ആളുകൾ ചേർന്നു. 12 ആളുകളാണെന്നും ചില ഹദീസിലൊക്കെ വന്നിട്ടുണ്ട്. അവർ വന്നിട്ട് റസൂലിനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, തങ്ങൾ മദീനയിൽ വരണം. മദീനയിൽ വന്നാൽ മദീനയിൽ അങ്ങയുടെ സംരക്ഷണം ഞങ്ങൾ ഏറ്റെടുക്കും. അപ്പൊ നിങ്ങൾ മുഅ്മിനീങ്ങളായോ എന്ന് ചോദിച്ചു. റസൂൽ ആയി എന്ന് പറഞ്ഞു. എന്നാൽ എന്നോട് ബൈഅത്ത് ചെയ്യണമെന്ന് പറഞ്ഞു. മുഅ്മിനീങ്ങളാകാമെന്ന്, അല്ലാഹു അല്ലാതെ ഇലാഹില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങ് അല്ലാഹു റസൂലാണ് എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ഞങ്ങൾ ബൈഅത്ത്. അടുത്ത വർഷം പിന്നെയും വന്ന് 70 ആളുകൾ. അവരും വന്നിട്ട് റസൂലുള്ളാഹിനെ ക്ഷണിച്ചു. മദീനയിലെ പ്രമുഖ ഗോത്രങ്ങളുടെ പ്രതിനിധികളൊക്കെ അതിലുണ്ടായിരുന്നു. 8 പെണ്ണുങ്ങളുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബൈഅത്ത് ചെയ്തു, കരാർ ചെയ്തു. പുരുഷന്മാരൊക്കെ റസൂലുള്ളാഹിന്റെ കയ്യിൽ കയ്യെച്ചിട്ട് ബൈഅത്ത് ചെയ്തു. സ്ത്രീകൾ റസൂലുള്ളാഹിനോട് വാക്കാൽ ബൈഅത്ത് ചെയ്തു. ആ കരാർ ചെയ്തു. അതിനാണ് ബൈഅത്തുൽ അഖബ എന്ന പേരിൽ, അഖബയിൽ വെച്ചാണ് ബൈഅത്ത് എന്ന് പ്രസിദ്ധമായത്. കരാറാണ്. അതുപോലെ ഹുദൈബിയ സന്ധിയുടെ ദിവസം ഹുദൈബിയയിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾ കരാർ ചെയ്തില്ലേ? എന്താ കരാർ ചെയ്തത്? അന്നുണ്ടായ പ്രശ്നം ഉസ്മാൻ റളിയല്ലാഹു തങ്ങൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത കേട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റയുടെ 6ാമത്തെ വർഷം ഉംറയ്ക്ക് വരികയാണ്. നാട്ടിൽ നിന്ന് പോയിട്ട് 6 കൊല്ലം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരികയാണ് ഉംറ ചെയ്യാൻ. മക്ക റസൂലുള്ളാഹിന്റെ ജന്മനാടല്ലേ. പക്ഷേ മക്കയിലെത്തിയില്ല. ഹുദൈബിയയിലെത്തിയപ്പോഴേക്ക് പ്രശ്നമായി. മക്കയിലുള്ള ആളുകൾ കിടക്കാൻ സമ്മതിക്കൂല എന്ന് അറിഞ്ഞു. ഹുദൈബിയയിൽ ക്യാമ്പ് ചെയ്തു. ഹുദൈബിയ അടുത്ത് തന്നെയാണ്, മക്കത്തേക്ക് അവിടുന്ന് ഒരു 22 കിലോമീറ്റർ. നമ്മൾ ജിദ്ദയിൽ നിന്ന് മക്കയിലേക്ക് പോകുമ്പോൾ കാണും ഹുദൈബിയ. ഏതായിരുന്നാലും ഒരാളെ സംസാരിച്ചു നോക്കുക അവരെന്നുള്ള ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അവരുമായിട്ട് സംസാരിക്കാൻ പറ്റും. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവിടെ ചെന്നപ്പോൾ അവര് ഉസ്മാൻ റളിയല്ലാഹുവിനെ പിടിച്ച് ബന്ധനസ്ഥനാക്കി. പക്ഷെ എന്നിട്ട് അവർ പ്രചരിപ്പിച്ചു ഉസ്മാൻ കൊല്ലപ്പെട്ടു. യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ടിട്ടില്ല, പക്ഷെ അവരങ്ങനെ പ്രചരിപ്പിച്ചു. ഈ വാർത്ത സഹാബികൾ കേട്ടു. രോഷാകുലരായി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, തങ്ങൾ അനുമതി തന്നാൽ ഞങ്ങൾ മക്കയിലേക്ക് മാർച്ച് ചെയ്യുന്നു. തങ്ങൾ സമ്മതിച്ചാൽ മതി, വേറൊന്നും വേണം. ഞാൻ എഴുതൊക്കെ ഒന്നുകിൽ മക്ക ഞങ്ങൾ കീഴടക്കും, ഇല്ലെങ്കിൽ ഉസ്മാന്റെ രക്തത്തിന്റെ പകരം ചോദിച്ച് മക്കയുടെ മണ്ണിൽ ഞങ്ങൾ മരിക്കും. അപ്പോ എല്ലാവരോടും പറഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് അങ്ങനെ പറഞ്ഞാൽ പറ്റൂല, നിങ്ങൾ അതാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ എന്നോട് കരാർ ചെയ്യണമെന്ന് പറഞ്ഞു. ബൈഅത്ത് ചെയ്യാൻ പറഞ്ഞു. റസൂൽ കയ്യങ്ങനെ ഇട്ടു കൊടുത്തു. علينا طلع البدر علينا